ഹലോ, എ വെരി വാം വെൽക്കം. നമ്മളിന്ന് ഒരു ഫേമസ് ദളിത് റൈറ്റർ ഓം പ്രകാശ് വാൽമീകിജിയുടെ ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി സലാമാണ് ആസ്വദിക്കാൻ പോകുന്നത്. शादी की रस्म पूरी होते होते रात के 2 बज गए थे. ज़्यादातर बाराती सो चुके थे. गिने चुने लोग ही दूल्हे के साथ विवाह मंडप में मौजूद थे. कमल उपाध्याय अतिरिक्त उत्साह में हरीश के साथ हर जगह मौजूद था. ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന് ഹരീഷും ഒന്ന് കമൽ ഉപാധ്യായ്. ഹരീഷ് ഒരു ദളിത് യുവാവാണ്, കമൽ ഉപാധ്യായ് ഒരു ബ്രാഹ്മണാണ്. എന്നിരുന്നാലും ഇവർ രണ്ടുപേരും തമ്മിൽ വളരെ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഹരീഷിൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് കമൽ ഉപാധ്യായും ഹരീഷും കൂടെ ഡെഹ്റാഡൂൺ സിറ്റിയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വരുന്നത്. പെണ്ണ് ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. घर परिवार के सदस्य की तरह सारी व्यवस्था कमल उपाध्याय की देख रेख में संपन्न हो रही थी. ഹരീഷ് ഓർ കമൽ കെ സംബന്ധ് ഹി കുച്ച് ऐसे थे. അപ്പോൾ ഒരു കുടുംബാംഗം പോലെ തന്നെയാണ് കമൽ ഉപാധ്യായ ഹരീഷിൻ്റെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അവർ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് അങ്ങനെയായിരുന്നു, അത്രയ്ക്ക് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പായിരുന്നു. फेरों से लौटकर वे बरामदे में ऐसी जगह तलाशने लगे जहाँ थोड़ी देर पीठ टिकाकर पांव सीधे किए जा सके. छोटे से बरामदे में एक साथ इतने सारे लोग गुड़ मुड़ कर सोए थे. അപ്പോൾ ഒരു ചെറിയൊരു സ്കൂൾ വരാന്തയാണ്. ഈ ആൺകൂട്ടർക്ക് സ്റ്റേ ചെയ്യാനുള്ള ആ ഒരു സ്ഥലം, അക്കോമഡേഷൻ കിട്ടിയിരിക്കുന്നത് എവിടെയാണ്? ഒരു സ്കൂളിൻ്റെ വരാന്തയാണ്. ചെറിയ സ്പേസാണ്, അതിൽ ഒരുപാട് പേരിങ്ങനെ വളഞ്ഞും പുളഞ്ഞും എങ്ങനെയെങ്കിലും കിടക്കുകയാണ്. छोटे से बरामदे में एक साथ इतने सारे लोग गुड़ मुड़कर सोए थे. कहीं ऐसी जगह नहीं बची थी कि खुलकर लेटा जा सके. എങ്ങും ഒരു പ്രോപ്പർ ഒരു നിവർന്ന് കിടക്കാനുള്ളൊരു സ്പേസ് പോലും ഇല്ലായിരുന്നു. बारात ठहराने के लिए स्कूल का बरामदा ही मिल पाया था. प्रधान जी ने स्कूल खोल देने की हामी तो भर दी थी, लेकिन ऐन वक्त पर हेडमास्टर कहीं रिश्तेदारी में चले गए थे. അപ്പോൾ ഗ്രാമത്തിലെ പ്രധാനി ആ ഒരു തലവൻ, ഗ്രാമത്തലവൻ ഉറപ്പ് തന്നെയായിരുന്നു ഈ ആൺകൂട്ടർ വരുമ്പോൾ സ്കൂള് തുറന്നു തരാമെന്ന്. പക്ഷേ ആ കറക്റ്റ് സമയത്തിന് ഹെഡ് മാസ്റ്റർ എവിടെയോ അങ്ങ് റിലേറ്റീവിൻ്റെ അടുത്ത് പോകുന്നെന്നും പറഞ്ഞ് അങ്ങ് ദൂരെ അങ്ങ് താക്കോല് ഹെഡ് മാസ്റ്ററിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇതൊരു പതിവ് കാര്യമാണ്. കാരണം ഹെഡ് മാസ്റ്റർ നാച്ചുറലി ഉയർന്ന ജാതിക്കാരനായിരിക്കും. അപ്പോൾ അവർക്കിത് സ്കൂളിൽ ഈ ദളിതർക്ക് തുറന്നു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, ഒരാഗ്രഹവും ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്ത് ആ സമയത്ത് തന്നെ എവിടെയോ അങ്ങ് പോയി കളഞ്ഞു. काफ़ी भाग दौड़ के बाद भी चाबी नहीं मिली थी. आखिर हार कर बारात को बरामदे में ही ठहराना पड़ा था. स्कूल में जो हैंडपम्प था, एक रात पहले किसी ने उसका हत्ता और वाल्व भी खोल लिए थे. പിന്നെ വെള്ളത്തിനുള്ള പ്രൊവിഷൻ എന്തുമായിരുന്നു? ആ സ്കൂളിൽ ആകെ ഒരു ഹാൻഡ് പമ്പായിരുന്നു. അത് കറക്റ്റ് സമയത്ത് ആരും അതിൻ്റെ വാൽവും എല്ലാം ഒടിച്ചിട്ട്, കാരണം ഇവർ വരുന്നുണ്ട്, അപ്പോൾ ഇവർക്ക് വെള്ളവും കിട്ടരുത് എന്നുള്ളൊരു പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. पीने के पानी का और कोई इंतज़ाम वहाँ नहीं था. बड़ी मुश्किल से 2 मिट्टी के घड़े ही मिल पाए थे. എങ്ങനെയെങ്കിലും 2 മൺകുട ഒപ്പിച്ച് അതിൽ വെള്ളം വെച്ച്, അപ്പോൾ ഇത്രയും ഇവർക്ക് മാക്സിമം ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. रोशनी के नाम पर भी सिर्फ अंधेरा ही था. सड़क के लैंप पोस्ट की हल्की पीली रोशनी बरामदे तक आकर अंधेरे में तब्दील हो गई थी. ഇനി വെളിച്ചോ ഇല്ല, വെള്ളവും ഇല്ല, വെളിച്ചവും ഇല്ല, കിടക്കാനുള്ള സ്ഥലവും സൗകര്യവും ഇല്ല. ഒരു സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ട്, അതിൻ്റെ മങ്ങിയ വെളിച്ചമായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. हरीश ने दूल्हेपन के भार को उतार कर दीवार के सहारे पीठ टिका दी. कमल के लिए जगह बनाते हुए बोला, थोड़ी देर कमर सीधी कर लो, थक गए होंगे. तुम्हें तो यहाँ काफ़ी अटपटा लग रहा होगा. അപ്പോൾ ഹരീഷിന് തൻ്റെ കൂട്ടുകാരൻ കമൽ ഉപാധ്യായ് ഈ ഒരു തീരെ സൗകര്യമില്ലാത്തൊരു സ്ഥലത്ത് വരേണ്ടി വരുന്നതിൽ ഒരു കുറ്റബോധമുണ്ട്, ഒരു വിഷമമുണ്ട്. അപ്പോൾ കമലിനോട് പറയും, അങ്ങ് അല്പം നേരം ഒന്ന് നടു നൂത്ത്, കാരണം വളരെയധികം ക്ഷീണിച്ച് കാണും, അതുകൊണ്ട് അല്പം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറയും. कमल ने मोजे और जूते सहेजते हुए कहा, रात भर की ही तो बात है, किसी तरह गुजर जाएगी. गांव के बारे में सिर्फ पढ़ा था, देखा आज ही है. അപ്പോൾ കമൽ പറയും, കുഴപ്പമില്ല, ഒരു നൈറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഈ ഗ്രാമങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ, വായിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ ഇന്നാണ് നേരിട്ട് കാണുന്നത്. कैसा लग रहा है? हरीश ने कमल को अपनी ओर खींचा. അപ്പോൾ ഹരീഷ് ചോദിക്കും, എങ്ങനെയുണ്ട് നിനക്ക് ഗ്രാമം കണ്ടിട്ട് എന്ത് തോന്നുന്നു? कैसा क्या?
हालत दयनीय है, कितना धैर्य है लोगों में. കമൽ ने गहरी सांस ली. അപാരം തന്നെ കേട്ടോ. ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവരെ സമ്മതിച്ചിരണം കേട്ടോ. ഇത്രയും ഫെസിലിറ്റി ഇല്ലാതെ ഇവർ എങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ കമലിന് ഡെഹ്റാഡൂണിലെ ടൗണിൽ നിന്ന് വന്ന കമലിന് ഇതൊക്കെ കണ്ടിട്ട് വളരെ അതിശയം തോന്നും. बरामदे के किनारे पर दो बुजुर्ग अभी तक जगे थे. रुक रुक कर बातचीत कर रहे थे. हरीश और कमल की वार्तालाप सुनकर उनकी ओर मुखातिब हुए. उनमें से एक बोला, बेटे हरीश, तुम्हारा ये दोस्त पहली बार गांव आया है क्या? അപ്പോൾ ഇവരുടെ സംസാരം കേട്ട് രണ്ട് മുതിർന്നവർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവർ ഹരീഷിൻ്റെ റിലേറ്റീവ്സാണ്. അപ്പോൾ ഇവരുടെ ഈ സംസാരം കേട്ടിട്ട് ഗ്രാമീണരാണ്. അവർക്ക് അങ്ങനെ വേറൊരാളുടെ ഒരു പ്രൈവസിയിൽ ഇടപെടരുത് എന്നൊന്നും അറിയില്ല. അവർക്കിങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. വേറൊരാളുടെ പ്രൈവസി അല്ലെ വേറൊരാളുടെ കാര്യങ്ങൾ അങ്ങനെ ഒരു സ്ട്രേഞ്ചറിൻ്റെ ചോദിച്ചുകൂടാന്നൊന്നും ഇല്ല. അവർ ചോദിക്കുകയാണ്, ബേട്ടെ ഹരീഷ്, തുമ്ഹാരാ ഈ ദോസ്ത് പെഹ്ലി ബാർ ഗാവ് ആയാ ഹൈ ക്യാ? മോനെ ഹരീഷെ, നിൻ്റെ ഈ സുഹൃത്ത്, നിൻ്റെ ഈ കൂട്ടുകാരൻ ആദ്യമായിട്ടാണോ ഗ്രാമത്തിൽ വരുന്നത്? ഹാ താവുജി, ഉത്തർ കമൽ നേ ദിയ. ഇപ്പോൾ കമലാണ് മറുപടി പറഞ്ഞത്, അതെ, ഞാൻ ആദ്യമായിട്ടാണ്. കോൺ ബിരാദർ ഹോ? ബുജുർഗിനെ ബാത്ത് ആകെ ബടായി. അപ്പോൾ ഏത് ബിരാദറാണെന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴും ഒരാളിനെ കണ്ടാൽ എപ്പോഴും ഏത് മതമാണ്, ഏത് ജാതിയാണ്, അങ്ങനെയാണ് ഒരാളുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ അവരാദ്യം ചോദിക്കുന്ന ചോദ്യം അതാണ്. ताऊ, क्या इतना काफ़ी नहीं है कि यह मेरा दोस्त है और मेरी बारात में शामिल है? ഹരീഷ് ने നാരാസ്ഗി വ്യക്തി की. അപ്പോൾ ഹരീഷിന് ദേഷ്യം വരും, തൻ്റെ റിലേറ്റീവ്സ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ തൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഹരീഷ് പറയും, എന്താ ഇത്, എൻ്റെ സുഹൃത്താണവന്. അപ്പോൾ അത് മാത്രം പോരെ അവൻ്റെ ഒരു ഐഡൻറ്റിറ്റി, അല്ല അവൻ ഏത് ബിരാദരിയാണെന്നൊക്കെ അറിയണോ? बुजुर्ग किसी जमाने में अंग्रेज अफसर की सेवा टहल में थे. जब भी मौका मिलता दिखाने की कोशिश करते. मैंने कोई इंसल्ट बात कही है क्या जो बुरा मान गए? बुजुर्ग चुप हो गया. അപ്പോൾ കേട്ടപ്പോൾ ഹരീഷിൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ ആ ഒരു മുതിർന്ന റിലേറ്റീവിന് അത്ര സൂചിച്ചില്ല, അത്ര ഇഷ്ടപ്പെട്ടില്ല. അയാൾക്ക് അല്പസ്വല്പം ഇംഗ്ലീഷൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ അയാൾ എന്ത് പറയും? മേനെ കോയി ഇൻസൾട്ട് ബാത്ത് കഹി ഹേ ക്യാ? ഞാൻ ബിരാദറി ചോദിച്ചത്, അല്ലെങ്കിൽ ഏത് മതമാണ്, ഏത് ജാതിയാണ്, ഏത് കൂട്ടരാണ് നിങ്ങൾ എന്ന് ചോദിച്ചത് വല്ല ഇൻസൾട്ടായോ? ताऊ जी, आपकी बात का बुरा क्या मानना, मैं ब्राह्मण हूँ, और कुछ पूछना हो तो पूछिए. കമലിനെ വിനമ്രത ദിഖായി. അപ്പോൾ മറുപടി കമലാണ് പറഞ്ഞത്, അയ്യോ എനിക്കതിൽ എതിർപ്പൊന്നുമില്ല, കേട്ടോളൂ, ഞാൻ ബ്രാഹ്മണാണ്, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിച്ചോളൂ. സോ ജാओ കമൽ, സുബഹ होने में अब ज़्यादा देर नहीं है. ഹരീഷിനെ ബാത് ബദലിനേക്ക് കോശിഷ് കി. അപ്പോൾ ഹരീഷിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല ഈ റിലേറ്റീവ്സിൻ്റെ ഈ വക ചോദ്യങ്ങൾ. അപ്പോൾ ഹരീഷ് കമലിനോട് പറയും, ഉറങ്ങാൻ നമുക്ക്, ഇനി ഇത്രയും രാത്രിയായി. കമൽ സോനെ കാ പ്രയാസ് കർണേ ലഗാ. കുച്ച് ദേർ കി ഖാമോശി കെ ബാദ് ബോലാ, ഹരീഷ് സോ ഗയേ ക്യാ, സുബഹ ക്യാ ഹോഗാ? ഉറങ്ങുന്നതിന് മുമ്പ് കമലിന് അടുത്ത ദിവസം രാവിലത്തെ കാര്യം ഓർമ്മ വരും. അപ്പോൾ കമൽ ഹരീഷിനോട് ചോദിക്കും, ഹരീഷ് ഉറങ്ങിയോ, നാളത്തെ കാര്യം എങ്ങനെയാണ്? क्या मतलब? हरीश, सुबह जल्दी उठने की आदत है मेरी, चाहे देर रात 2 बजे सोऊं, नींद 5 बजे ही टूट जाती है. माँ सुबह 5 बजे से ही पूजा पाठ में लग जाती है. उनकी खटर पटर से मैं भी उठ जाता हूँ. बरसों से ऐसा ही चल रहा है. माँ सुबह सुबह चाय बनाकर मेरे हाथ में थमा देती हैं. അപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ എത്ര ലേറ്റ് കിടന്നാലും ഞാൻ രാവിലെ 5 മണിക്ക് എൻ്റെ ഉറക്കം തീരും, ഞാൻ എണ്ണീക്കും. കാരണം വീട്ടിലതാ ശീലം. അമ്മ 5 മണിക്ക് പ്രാർത്ഥന തുടങ്ങും, അതിൻ്റെ സൗണ്ടും പാത്രങ്ങളുടെ സൗണ്ടും എല്ലാമായിട്ട് ഞാനങ്ങ് എണ്ണീക്കും, അതെൻ്റെ ശീലമായി. മാത്രമല്ല അമ്മ എനിക്ക് രാവിലെ ഒരു കപ്പ് ചായ തരും. अब तो ऐसी आदत पड़ गई है कि यदि 6 बजे तक चाय न मिले तो सिर भारी होने लगता है. കമലിനെ അപ്നി തക്ലീഫ് സുനായി. എനിക്ക് രാവിലെ 6 മണിക്കുള്ളിൽ ചായ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആകെ തല പെരുക്കും. यहाँ सुबह सुबह 6 बजे चाय कहाँ मिलेगी? ഹരീഷ് ने അസമർത്ഥത ജതായി. ഇവിടെ രാവിലെ ഒന്നാമത് അവിടെ വെള്ളമില്ല, വെളിച്ചവും ഇല്ല, അപ്പം രാവിലെ 6 മണിക്ക് എങ്ങനെയാണ് ചായ കിട്ടുക? ബുജുർഗിനെ ബീഡി സുൽഗാ ലീ थी जो अंधेरे में चमक पैदा कर रही थी. कमल से बोले, बाबूजी, गांव के बाहर एक दुकान तो है, आप सुबह जाकर देख लेना, शायद मिल जाए. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിന്ന് ആ മുതിർന്ന വ്യക്തി പറയും, ആ ഗ്രാമത്തിൻ്റെ അങ്ങറ്റത്ത് ഒരു കടയുണ്ട്, രാവിലെ പോയി നോക്ക്. आपने देखी है दुकान, कितनी दूर है? कमल ने उत्सुकता दिखाई. पास ही है, शाम को मैंने वहाँ से बीड़ी का बंडल खरीदा था. सामने जो गली है
उससे सीधे चलते जाना। गली खत्म होते ही सड़क है, वहीं पर एक दुकान है, बुजुर्ग ने बताया. അപ്പോൾ ആ മുതിർന്ന വ്യക്തി പറഞ്ഞു കൊടുക്കും, ഇച്ചിരി അങ്ങോട്ട് നടന്നാൽ മതി, വലിയ ദൂരമൊന്നുമില്ല, രാവിലെ നടന്ന് നോക്ക്, ചിലപ്പോൾ കിട്ടും. ഞാനാണെ വൈകിട്ട് അവിടെ നിന്ന് ബീഡി വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു കടയുണ്ട്. सुबह उठते ही कमल चाय की तलाश में निकल पड़ा. गली लगभग सुनसान थी. इक्का दुक्का लोग अजीब सी बुक्कल मारे आ जा रहे थे. रात वाली चहल पहल कहीं दिखाई नहीं पड़ रही थी. അതിരാവിലെ കമൽ ചായ അന്വേഷിച്ച് ഇറങ്ങും, ചായക്കട അന്വേഷിച്ച് ഇറങ്ങും. खंडजे पर फिसलन थी. नालियों में बहते पानी से बचते बचाते वह गली के मुहाने पर एक खुली और रेतीली जगह पर आ गया. सामने ही सड़क के पार एक छप्परनुमा दुकान थी, जिसमें एक किनारे पर भट्टी बनी थी. भट्टी के साथ ही एक चबूतरा भी था, जिस पर लकड़ी के खोखे में पान, बीड़ी, जर्दा, तंबाकू की थैलियाँ रखी थी. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അല്പം ദൂരെ നടന്നപ്പം ഗ്രാമത്തിൻ്റെ അറ്റത്ത് ഒരു കട കണ്ട്. അപ്പോൾ അവിടെ യൂഷ്വൽ ഒരു ഗ്രാമത്തിലെ ചെറിയ ഒരു ചായക്കടയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. പാനുണ്ട്, ബീഡിയുണ്ട്, തമ്പാക്കു ഉണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. साथ ही 2-3 बदरंग के डिब्बे रखे थे. भट्टी में सुलगते कोयलों से गहरा काला धुआं निकल रहा था. അതുപോലെ ഗ്യാസ് സ്റ്റൗ ഒന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ വിറക് അടുപ്പ് കത്തിക്കുന്ന അതിൻ്റെ പുകയും എല്ലാം ഉണ്ടായിരുന്നു. जिसका कसैलापन उसने अपने फेफड़ों में महसूस किया. दीवार पर किसी सिने तारिका का अर्धनग्न बदरंग कैलेंडर टंगा था, जो धूल और धुएं के हमलों से मटमैला हो गया था. അപ്പോൾ ഒരു ടിപ്പിക്കൽ ചായക്കടയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഒരു സിനിമാ നടിയുടെ ഒരു അർദ്ധനഗ്നയായ ഒരു സിനിമാ നടിയുടെ ഒരു കലണ്ടറും അതെല്ലാം പൊടിയും പുകയുമായിട്ട് കരിവാളിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു ചായക്കട കണ്ടെത്തി. भट्टी के पास ही एल्युमिनियम की एक बड़ी सी केतली रखी थी, जिसका रंग स्याह काला पड़ गया था. कुछ कांच के मटमैले ग्लास, कप प्लेटें और शीशे के एक जार में कुछ बिस्किट पड़े थे. भगोना बाहर से काला और भीतर से भूरा मटमैला दिखाई पड़ रहा था. ആസ്പാസ് മക്കിയോങ്കി झुंड ഭിൻ ഭിന്നാ രഹേ थे. അപ്പോൾ ഈച്ചയെല്ലാം ഉണ്ട്, പാത്രങ്ങളും അത്ര വൃത്തിയില്ല, എല്ലാം കരി പിടിച്ചിരിക്കുന്നു. പക്ഷേ ഗതികേട് കൊണ്ട് ഹൈജീനിക് അല്ല, കണ്ടിട്ട് തോന്നി ഹൈജീനിക് അല്ല, പക്ഷേ എന്നാലും ഒരു ചായ അത്യാവശ്യമായതുകൊണ്ട് കമൽ അവിടെ ചെല്ലും. चबूतरे पर ही एक जर्जर सा बूढ़ा आदमी मैले चीकट कपड़ों में उकड़ू बैठा बीड़ी पी रहा था. उसके हाथों पैरों की नसें उभरी हुई थी, जैसे किसी ने शरीर का मांस उतारकर त्वचा हड्डियों से चिपका दी. അപ്പോൾ ഒരു മെലിഞ്ഞ് ശോഷിച്ച ഒരു ചായക്കടക്കാരൻ ബീഡി വലിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ തുറന്നില്ല കട, ജസ്റ്റ് ഇങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ, രാവിലെ ആവുന്നേ ഉള്ളൂ. पास ही एक पुरानी सी बेंच पड़ी थी, जिसकी हालत उस बूढ़े आदमी से भी बदतर थी. कमल ने बेंच पर बैठने की कोशिश की. बेंच चरमराई. किसी तरह अपने आप को बेंच पर टिकाकर कमल ने बूढ़े से कहा, चाय मिलेगी. അപ്പോൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചും ഉണ്ടായിരുന്നു, അതിലിരിക്കുമ്പം തന്നെ ഭയങ്കര സൗണ്ടായിരുന്നു. എന്നിരുന്നാലും കമൽ അതിലിരുന്നിട്ട് ചോദിക്കും, ചായ കിട്ടുമോയെന്ന്. മിലേഗി, थोड़ा टाइम लगेगा. बूढ़े ने बीड़ी का आखिरी कश खींचा. അപ്പോൾ വയസ്സായ ആൾ പറയും, കിട്ടും, ചായ കിട്ടും, പക്ഷെ അല്പം വെയിറ്റ് ചെയ്യണം. कमल दुकान में रखी हर चीज को उत्सुकता से देख रहा था. उसके जेहन में माँ का ख्याल आ गया. यदि इस समय घर में होता तो माँ गरम गरम चाय लेकर आती. चाय बनाते समय भी माँ कोई ना कोई श्लोक दोहराती रहती है. പെട്ടെന്ന് കമൽ ആലോചിക്കും, വീട്ടിലായിരുന്നെങ്കിൽ അമ്മ ഇപ്പം ശ്ലോകങ്ങളൊക്കെ ജപിച്ച് ചായ ഇടുകയായിരിക്കും. ചായ ഇടുമ്പോഴും അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് എനിക്ക് നല്ല ചൂട് ചായ കൊണ്ട് തരും. धुएं का झोंका कमल के मुंह और आंखों में भर गया. उसने जेब से रुमाल निकालकर नाक मुंह पर रखा. कड़वाहट उसके भीतर समा गई थी. कितनी देर लग जाएगी चाय में? कमल ने जिज्ञासा की. പക്ഷെ കമലിന് ക്ഷമയില്ല, അവിടെ ഇങ്ങനെ പുകയടിച്ചിരിക്കുന്ന അല്ലാതെ ചായ കിട്ടുന്നില്ല. അപ്പോൾ എത്ര നേരം എടുക്കുമെന്ന് ചോദിക്കും. ബസ് അഭി ഹോ ജാഗി, ഭട്ടി സുലഗ് റഹി ഹൈ, बैठो आप. ചായ വാലെ ने आश्वस्त किया. അപ്പോൾ കടക്കാരൻ പറയും, വെയിറ്റ് ചെയ്യൂ, ഇപ്പം ശരിയാവും, തീയെല്ലാം കത്തി, ഇപ്പം ശരിയാവും. चाय वाला लोहे के सरिये से भट्टी में कोयले संवारने लगा. नए दिख रहे हो बाबूजी, कहाँ से आए हो? चाय वाले ने बात शुरू की. അപ്പം ചായക്കടക്കാരൻ പറയും, കണ്ടിട്ടില്ലല്ലോ ഇവിടെങ്ങും, ഇവിടുത്തെ അല്ലേ, എവിടുന്ന് വന്നതാണ്? देहरादून से, कमल ने सहजता से कहा. उसका ध्यान सुलगती भट्टी पर टिका था. അപ്പം കമൽ പറയും, ഞാൻ देहरादून നിന്നാണ് വന്നത്. देहरादून का नाम सुनकर चाय वाला चौंका. देहरादून से तो कल एक बारात भी आई है, चाय वाले ने प्रश्न की तरह कहा.
ഇപ്പം ദെഹ്റാദൂനിൽ നിന്നാന്ന് കേട്ട ഉടനെ ആ ചായക്കടക്കാരൻ പെട്ടെന്നൊന്ന് ഷോക്ക് അടിക്കും. അയാൾ പറയും, ഇന്നലെ ദെഹ്റാദൂനിൽ നിന്നൊരു ആൺകൂട്ടരും വന്നിട്ടുണ്ടല്ലോ. ഹാ മേ ഉസി ബാറാത്ത് മേ ആയാ ഹൂം. കമൽ മറുപടി പറയാം, അതെ അതെ, ഞാൻ അവരുടെ കൂട്ടത്തിലാണ് വന്നത്. വഹ ബാറാത്ത് തോ ചൂഹടോं के घर आई है. ചായ വാലെ की जिज्ञासा गाली में बदल चुकी थी. അയ്യേ, അതാ വൃത്തികെട്ട താന്ന ജാതിക്കാർ, ചൂഹടകൾ, അവരുടെ വീട്ടിലല്ലേ ആ ബാറാത്ത് വന്നത്. तो क्या हुआ? कमल ने सवाल किया. चाय वाला एकदम चुप हो गया था. उसकी चुप्पी ने कमल को संशय में डाल दिया था. चाय वाले के हाव भाव बदल गए थे. കേട്ടപാടെ ആ ചായക്കാരൻ്റെ മട്ടും ഭാവവും അങ്ങ് മാറി. वह भट्टी के पास से हटकर इधर उधर के काम करने लगा था. कभी इस डिब्बे को उठाकर उधर रख रहा था, कभी मटके से पानी निकालकर कनस्तर में भर रहा था. भट्टी सुलग कर लाल लाल अंगारों में बदल गई थी. अंगारों से लपटें उठ रही थी, लेकिन चाय बनने के आसार दिखाई नहीं पड़ रहे थे. കേട്ടപാടെ ദെഹ്റാദൂനിൽ നിന്ന് വന്ന താന്ന ജാതിക്കാർ, ദളിതരുടെ കൂട്ടത്തിലുള്ള ഒരാളായി വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പം അയാൾ പിന്നെ ചായ ഉണ്ടാക്കുന്ന ഒഴിച്ച് ബാക്കി ഓരോ പണികൾ ചെയ്യുകയാണ്. അയാൾ ഭയങ്കര ബിസിയായിട്ട് അഭിനയിക്കുകയാണ്. വെള്ളമെടുത്ത് ഈ പാത്രത്തിൽ നിന്ന് കോരി അങ്ങോട്ടിടുന്ന്, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. അപ്പം തീ നല്ലപോലെ ആളിക്കത്തുന്നു, പക്ഷേ ചായ ഉണ്ടാക്കുന്നില്ല. कमल का गला खुश्क होने लगा था. भट्टी तो धधक गई है. एक कप चाय बना दीजिए. कमल ने शालीनता से कहा. അപ്പം കമലിന് എങ്ങനെയെങ്കിലും ചായ കുടിക്കണം. അപ്പം കമൽ പറയുന്നത്, നല്ലപോലെ തീ കത്തിയല്ലോ, ഒരു കപ്പ് ചായ ഉണ്ടാക്ക്. चाय वाला अनसुना करके अपने काम में लगा हुआ था. कमल का धैर्य टूटने लगा. भाई चाय बना दो. അപ്പം കമലിന് ദേഷ്യം വരും, എത്ര നേരമായിട്ടിരിക്കുന്നു. അപ്പം കമൽ പറയും, ഒന്ന് ചായ ഉണ്ടാക്ക്. चाय वाले ने वहीं से जवाब दिया, तुझे यहाँ चाय न मिलने की. चाय वाले की आवाज़ में रूखापन था, जिसे महसूस करते हुए कमल ने तीखेपन से पूछा, लेकिन क्यों? अभी थोड़ी देर पहले तो आपने कहा था चाय मिलेगी. ചായക്കാരൻ ക്ലിയറായിട്ട് അങ്ങ് പറയും, നിനക്ക് ഞാൻ ഇവിടുന്ന് ചായ തരത്തില്ല. അപ്പോൾ കമലിന് അതിശയമാവും, എന്ത് ഇച്ചു നേരം മുമ്പേ പറഞ്ഞല്ലേ തരുമെന്ന്. കഹാ था और इब कह रहा हूँ कि नहीं मिलेगी. चाय वाले ने कठोरता से कहा. ഇപ്പോൾ ചായക്കടക്കാരൻ പറയും, അതെ ഞാൻ പറഞ്ഞിരുന്നു തരാമെന്ന്, പക്ഷേ ഇനിയും പറയാണ് ഞാൻ തരത്തില്ല എന്ന്. कमल चाय वाले के व्यवहार से चकित था, फिर भी नम्रता से बोला, लेकिन भाई साहब हुआ क्या है? क्या मैं पैसे नहीं दूंगा? അയ്യോ, എന്താ ചേട്ടാ, എന്താ സംഭവം എന്ന് പറ, ഞാൻ എന്താ പൈസ തരില്ലേ? चाय वाला उसके ठीक सामने आकर तन कर खड़ा हो गया. दोनों हाथ कोलों पर टिकाकर सीना चौड़ा करते हुए बोला. കേട്ടപാടെ ആ വയസ്സായ ചായക്കടക്കാരൻ, ആകെ മെലിഞ്ഞ് ശോഷിച്ച ഒരു ചായക്കടക്കാരനാണ്. അയാൾ അങ്ങോട്ട് നിവർന്ന് നിന്ന് രണ്ട് കൈകളും അരക്കി വെച്ച് ഇങ്ങനെ നെഞ്ചും വിടർത്തി പറയും, യോ पैसे शहर में जाके दिखाना. 2 पैसे हो गए जेब में तो सारी दुनिया को सिर पे ठाए घूमो. ये शहर नहीं गांव है. यहाँ चूहड़े चमारों को मेरी दुकान में तो चाय न मिलती. कहीं और जाके पियो. ഓഹോ, നിൻ്റെയൊക്കെ കയ്യിൽ 2 കാശ് വന്നപ്പം ഇത്രയും നെഗളിപ്പായോ? നിൻ്റെ കയ്യിലൊക്കെ കാശുണ്ടെങ്കിലേ അതങ്ങ് ടൗണിൽ പോയി കാണിച്ചാൽ മതി. ഇവിടെ അതിനെ നെഗളിപ്പൊന്നും കാണിക്കണ്ട. എൻ്റെ കടയിൽ നിന്നെ പോലുള്ള ദളിതർക്കൊന്നും ഞാൻ ചായ കൊടുക്കില്ല. कमल की नसें फड़फड़ाने लगी. उसने चाय वाले को आग्नेय नेत्रों से घूरा. आवाज़ में शक्ति भरकर बोला, चूहड़े चमारों को नहीं मिलती है तो किसे मिलती है? അപ്പം കമലിനാകെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അപ്പം കമൽ ടൗണിൽ താമസിക്കുന്നതുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഈ കമൽ ചോദിക്കും, ചൂടേ ചമാറിന് തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആർക്കാണ് ചായ കൊടുക്കുന്നത്? चाय वाला उसकी बात अनसुनी करके फिर अपने काम में लग गया था. कमल को वह असभ्य वन मानुष दिखाई पड़ रहा था. उसने साहस करके पूछा, तुम्हारी क्या जात है? ആ ചായക്കടക്കാരൻ കമൽ പറയുന്ന ഒന്നും കേൾക്കാത്ത മട്ടിൽ വേറെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കമലിനങ്ങ് ദേഷ്യം വരും. കമലിന് പെട്ടെന്ന് അയാളൊരു വനമാനുഷയായിട്ട് തോന്നും. ഒരു ചായക്കടക്കാരൻ ഒരു വനമാനുഷയായിട്ട് കമലിന് തോന്നും. എന്നുവെച്ചാൽ ഒരു സിവിലൈസേഷനും തൊട്ട് തീണ്ടാത്ത, പെരുമാറ്റ രീതി അറിയാത്ത ഒരു വ്യക്തിയായിട്ട് തോന്നും. അപ്പോൾ കമൽ വളരെ ദേഷ്യപ്പെട്ട് ചോദിക്കും, നിങ്ങളുടെ ജാതി ഏതാണ്? ചായ വാല ഭവക് ഉഠാ, മേരി ജാത് സെ തുझे क्या लेना देना? अब चूड़े चमार भी जात पूछने लगे. കലിയുഗ് ആ ഗയാ ഹെ കലിയുഗ്. ഇപ്പം ചായക്കടക്കാരൻ പറഞ്ഞാൽ, കൊള്ളാലോ, ഇപ്പം ഇതുങ്ങളും നമ്മളോട് ജാതി ചോദിക്കാൻ തുടങ്ങിയ, ഇത് ഏത് കലിയുഗമാണ്?
हाँ, कलयुग आ गया है सिर्फ तुम्हारे लिए। तुम अपनी जात नहीं बताना चाहते हो तो सुनो, मेरा नाम कमल उपाध्याय है। उपाध्याय का मतलब तो जानते ही होंगे, या समझाऊं? ഉപാധ്യായ यानी ब्राह्मण. കമലിനെ ആഖേं തരേർ കർ കഹ. അപ്പം കമലിന് ഒന്നാമത് അയാൾ ബ്രാഹ്മണാണ്. ഉയർന്ന ജാതി എന്ന് മാത്രമല്ല, ഉയർന്ന ജാതിയിൽ തന്നെ ഏറ്റവും സുപ്രീമാണ്. അപ്പം അങ്ങനത്തെ ഒരു ബ്രാഹ്മണായിട്ടുകൂടി തനിക്ക് ഇങ്ങനെയൊക്കെ ഇൻസൾട്ടഡ് ആകേണ്ടി വന്നു. അപ്പം കമൽ തിരിച്ച് ചായക്കടക്കാരനോട് ജാതി ചോദിക്കും. ഒരു കാര്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ചായക്കടക്കാരൻ ഉന്നത ജാതി ആണെങ്കിലും ബ്രാഹ്മണായിരിക്കില്ല, ചാൻസസ് കുറവാണ്. അപ്പം കമലിന് അങ്ങ് ദേഷ്യം വരും. എന്നിട്ട് കമൽ പറയും, എൻ്റെ പേര് കമൽ ഉപാധ്യായാണ്. ഉപാധ്യായ എന്ന് വെച്ചാൽ അറിയാമല്ലോ ആരുടെ സർനെയിമാണെന്ന്, ബ്രാഹ്മിൺസിൻ്റെയാണ്. ചൂഹടോ കി ബാരാത്ത് മേ ബാമൻ ചായ വാല കർക്കശത കെ സാഥ ഹസാ. കൊള്ളാം, കൊള്ളാം. ഈ ചൂഹടകളുടെ കൂടെ ബ്രാഹ്മൺ, ഞാനങ്ങ് വിശ്വസിച്ചു. ഷെഹർ മേ ചൂത്തിയ ബനാന मैं तो आदमी को देखते ही पहचान लूँ कि किस जात का है. ചായ വാലേനെ ഷേഖി ബഗാരി. അപ്പം ചായക്കടക്കാരൻ പറയും, നീ ഈ പരിപാടിയൊക്കെ അങ്ങ് സിറ്റിയിൽ പോയി കാണിച്ചാൽ മതി, അവിടെ ആൾക്കാർ വിശ്വസിക്കും. പക്ഷേ എനിക്കാണെങ്കിൽ ആൾക്കാരെ കണ്ടാൽ തന്നെ അവരുടെ ജാതി മതവും എല്ലാം മനസ്സിലാവും. അപ്പം എൻ്റെ അടുത്ത് ഈ വേലയൊന്നും എടുക്കണ്ട. उनका वार्तालाप सुनकर राह चलते लोग ठिठक कर मजा लेने लगे. सुबह सुबह का वक्त था. देखते ही देखते लोग जमा हो गए. लोगों को देखकर चाय वाले की बूढ़ी हड्डियों में जोश आ गया था. आवाज़ का तेवर चढ़ने लगा. അപ്പോഴത്തേക്കിന് രാവിലെ ആയി, ആൾക്കാരൊക്കെ ചായക്കടയിലോട്ട് വന്നു തുടങ്ങുന്നൊരു സമയമാണ്. ഇവിടുത്തെ ഒരു സംസാരവും ഉയർന്ന സംസാരവും ഒക്കെ കേട്ടിട്ട് ആൾക്കാർ ഒത്തുകൂടാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ ഒത്തുകൂടുന്നതനുസരിച്ച് ചായക്കടക്കാരൻ്റെ ഒരു പവറും കൂടെ കൂടി. കാരണം അയാളെ പരിചയമുള്ളവരാണ് എല്ലാവരും, അയാളുടെ ജാതിയിൽപ്പെട്ടുള്ളവരാണ് ചുറ്റിനും നിൽക്കുന്നത്. അപ്പം കമൽ മാത്രമേ ഉള്ളൂ അവിടെ ഒരു സ്ട്രേഞ്ചർ. बल्लू रांगड़ का रामपाल भी भीड़ देख कर ठिठक गया. माजरा क्या है जानने के लिए चाय की दुकान की ओर बढ़ा. बूढ़ा चाय वाला किसी शहरी को फटकार रहा था. रामपाल ने छूटते ही पूछा, चचा कौन है यो? पर रामपाल ചോദിക്കും, ആരാ, എന്താ പ്രശ്നം? रामपाल को देखते ही चाय वाला और बिफर पड़ा. चूहड़ा है, खुद को बावन बता रहा है. जुम्मन चूड़े का बाराती है. अब तुम लोग ही फैसला करो. जो यो बामन है तो चूहड़ों की बारात में क्या मूत पीने आया है? എന്ത് വൃത്തിയായിട്ട ഒരു ഈ സംസാര രീതി. ഈ ചായക്കടക്കാരൻ പറയും, നോക്കൂ, നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിക്കുക. ഇവൻ ബ്രാഹ്മണാണെന്ന് പറയുന്നത്. പക്ഷേ ഇവൻ ബ്രാഹ്മണാണെങ്കിൽ ഈ ദളിതരുടെ കൂടെ വരുമോ? അവരുടെ കൂടെ ഒരിക്കലും വരില്ല. അവനെന്തോ ഈ ദളിതരുടെ കൂടെ അവരുടെ യൂറിൻ കുടിക്കാനാണോ വന്നത്? ആ മൂത്ത് പീനെ ആയാ ഹെ, ജാത് छिपाके ചായ മാങ് रहा है. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ജാതി മറച്ചു വെച്ചിട്ട് ചായ ചോദിക്കുകയാണ്. मैंने तो साफ कह दी, बुद्धू की दुकान पे तो मिलेगी ना चाय चूड़े चमारों को, कहीं और ढूंढ ले जाके. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എൻ്റെ കടയിൽ നിങ്ങളെപ്പോലുള്ളവർക്കൊന്നും ഞാൻ ചായ കൊടുക്കില്ല. चाय वाले ने आस पास खड़े लोगों का समर्थन जुटाने की कोशिश की. दुबला पतला सा रामपाल सीकिया पहलवान था. गाल पिचके हुए, हड्डियाँ उभरी हुई, बारीक मूछें, तेल से चीकट बाल, कुल मिलाकर ऐसा हुलिया जिसे देखकर यह अंदाज बिल्कुल नहीं हो सकता था कि इस 1.5 हड्डी के आदमी का गांव भर में दबदबा है. അപ്പോൾ വന്ന ആൾ ഒരു മെലിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു, ഒരു പ്രായം ചെന്ന, പക്ഷേ അയാൾക്ക് നല്ലൊരു പവറായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് നല്ലൊരു പെഹൽവാനായിരിക്കണം, ഒരു ഗുണ്ടയാണ് അയാൾ. അപ്പോൾ അയാളുടെ ഒരു പവർ കാരണം ഈ ചായക്കടക്കാരന് ഒന്നുകൂടെ ആവേശത്തിൽ വന്നു. रामपाल को देखते ही खुसर पुसर एकदम शांत हो गई थी. कमल भी स्वयं को चक्रव्यूह में फंसा महसूस करने लगा था. उसने आसपास खड़े लोगों पर नज़र डाली. उसने उनकी बात का विरोध करने के लिए मुंह खोला. അപ്പോൾ കമൽ നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ ഒത്തുകൂടുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ എല്ലാവരും ഒന്ന് ഓഡിയൻസിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി ഭായിയോ, സഹോദരങ്ങളെ എന്ന് പറഞ്ഞ് ഇങ്ങനൊരു സംഭാഷണം തുടങ്ങിയതേ ഉള്ളൂ. बात पूरी होने से पहले ही रामपाल ने उसे डांटा. ओ सहरी जनखे, हम तेरे भाई हैं. ഓ മതി മതി, സഹോദരങ്ങളെന്നോ? ഞങ്ങളെന്തോ നിന്റെ സഹോദരങ്ങളാണോ? സാലേ ജവാൻ സംഭാൽ കെ ബോൽ, ഗാണ്ട് മേ ഡണ്ട ഡാൽ കെ ഉലട്ട് ദൂങ്ക. നോക്കി അയാൾ എന്താ പറയുന്നത്, ബാക്ക് സൈഡിൽ കൂടെ കമ്പ് കയറ്റി ഞാൻ ഇട്ട് ഉരുട്ടുവെന്ന്. അത്രയ്ക്ക് വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കും. ജാക്കെ ജുമ്മൻ ചൂടേ സെ റിഷ്ത ബന, ഇത്തനി जोरदार लौंडिया लेके जा रहे हैं शहर वाले. जुम्मन के तो सींग लिकड़ आए हैं. अरे लौंडिया को किसी गांव में ब्याह देता तो हमारे जैसों का भी कुछ भला हो जाता. एक तीखी हंसी का फव्वारा छूटा. എന്നിട്ട് ആ പെൺകുട്ടിയെ പറ്റി
ഹരീഷ് കെട്ടാൻ പോകുന്ന പെൺകുട്ടിയും അവിടെ അച്ഛനെ പറ്റിയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കും. ഇത്രയും നല്ലൊരു പെണ്ണിനെ ടൗണിലെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുന്നു. അയാൾക്ക് ഇച്ചിരി അഹങ്കാരമാണ്. ആർക്കാണ്? ഈ വധുവിൻ്റെ അച്ഛനും. അയാൾ ഇവിടെങ്ങാനും കെട്ടിച്ചിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്കും ഉപകാരമായിരുന്നു. വെച്ചാൽ ഇവരൊക്കെ എന്താ ചെയ്യുന്ന, പൊതുവെ ദളിതരുടെ വീട്ടിലെ സ്ത്രീകളെയും ഇവർ ഇഷ്ടം പോലെ ഇവരുടെ താല്പര്യത്തിന് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെങ്ങാനും കെട്ടിച്ചിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്കും ഉപകാരപ്പെട്ടതിന്. അത്രയ്ക്ക് വൃത്തിയായിട്ട രീതിയിൽ ആ വധുവിനെ പറ്റി സംസാരിക്കും. एक तीखी हंसी का फव्वारा छूटा. आसपास खड़े लोगों ने उसकी हंसी में अपनी हंसी मिला दी. എല്ലാവരും ഇത് കേട്ട്, ഈ വൃത്തികെട്ട ജോക്ക് കേട്ട് എല്ലാവരും ചിരിക്കും. कमल को लगा जैसे अपमान का घना बियाबान जंगल उग आया है. उसका रोम रोम कांपने लगा. उसने आसपास खड़े लोगों पर निगाहें डाली. हिंसक शिकारी तेज नाखूनों से उस पर हमला करने की तैयारी कर रहे थे. അപ്പോൾ കമൽ നോക്കിയപ്പോൾ ചുറ്റിനുമുള്ളവരെല്ലാം ഒരു സൈഡാണ്. എല്ലാവരും കമലിനെ ഒരു ഇരയെ കിട്ടിയതുപോലെ ആക്രമിക്കാൻ പല്ലും നഖമായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വരുന്ന പോലെ തോന്നി. उसने पहली बार अखबारों में छपी उन खबरों को शिद्दत से महसूस किया जिस पर विश्वास नहीं कर पाता था वह. फला जगह दलित युवक को पीट पीट कर मार डाला, फला जगह आग में भून दिया. ഇപ്പോഴാണ് കമലിന് തോന്നിയത്, ന്യൂസ് പേപ്പറിൽ ഇന്ന സ്ഥലത്ത് യുവാവിനെ അടിച്ചു കൊന്നു, അല്ലെ ഇന്ന സ്ഥലത്ത് തീ വെച്ചു കൊന്നു എന്നൊക്കെ കേട്ടപ്പം കമൽ വാസ്തവത്തിൽ വിശ്വസിക്കത്തില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ലോകത്ത്. घरों में आग लगा दी. जब जब भी हरीश इस तरह का समाचार कमल को सुनाता वह एक ही तर्क दोहरा देता था. അപ്പോൾ ഇവൻ്റെ സുഹൃത്ത് ഹരീഷ് പല പ്രാവശ്യവും ഇങ്ങനത്തെ ഇൻസിഡൻസ് നടക്കുമ്പോൾ കമലിൻ്റെ അടുത്ത് പറയും ഇങ്ങനെ നടന്നെന്ന്. അപ്പോൾ കമൽ എന്താ പറയുന്നത്? കമൽ വിശ്വസിക്കില്ലായിരുന്നു. പിന്നെ ഇതും കൂടെ പറയും, हरीश अपने मन से हीन भावना निकालो. दुनिया कहाँ से कहाँ निकल गई और तुम लोग वहीं के वहीं हो. ഹരീഷ്, നീ നിൻ്റെ മനസ്സിൽ നീ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ എടുത്ത് കളാം. ലോകം എവിടെ നിന്ന് എത്തി. അപ്പം നിങ്ങൾ പഠിച്ച് മുന്നേറ്. ഉഗത്തെ സൂരജ് കി റോഷ്നി കോ ദേഖോ. സൂര്യൻ്റെ ആ ഒരു പ്രകാശം കണ്ടിട്ട് നമ്മൾ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കാര്യങ്ങൾ പോകണം. अपने आप पर विश्वास करना सीखो. पढ़ लिख कर ऊपर उठोगे तो सब कुछ अपने आप मिट जाएगा. നിങ്ങൾ വിദ്യാഭ്യാസമൊക്കെ നേടി ഒരു ലെവലിലെത്തുമ്പം ഈ ഒരു അൺടച്ചബിലിറ്റിയും ഈ ഒരു കോംപ്ലക്സും ഒക്കെ മാറും. लेकिन इस वक्त कमल के सामने हरीश का एक एक शब्द सच बनकर खड़ा था, सच साबित हो रहा था. പക്ഷേ ഈ ഒരു നിമിഷം കമലിന് പെട്ടെന്ന് ഫീൽ ചെയ്യും, യോ ഹരീഷ് പറഞ്ഞതെല്ലാം സത്യമായിരുന്നല്ലോ. कमल ने फिर से साहस बटोरा और विरोध किया. क्या यही है गांव का अतिथि सत्कार? आप लोग अपने ही गांव की लड़की के लिए ऐसी बातें कर रहे हो? क्या वह इस गांव की बेटी नहीं है? കമൽ പിന്നെ ഒന്നുകൂടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്താൻ നോക്കും. കമൽ പറയും, നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലെ പെൺകുട്ടിയെ പറ്റി തന്നെ ഇങ്ങനെയാണോ മോശമായിട്ട് പറയുന്നത്? അവൾ നിങ്ങളുടെയും കൂടെ മകളല്ലേ? അപ്പം ഇതാണോ നിങ്ങളുടെ ഗ്രാമത്തിലെ ഒരു അതിഥി സത്കാരം? ഇങ്ങനെയാണോ നിങ്ങൾ ഗസ്റ്റിനോട് പെരുമാറുന്നത്? कमल आगे कुछ और बोलता, उससे पहले ही रामपाल अपने वजूद से ज़्यादा शक्ति से चीख कर बोला, जा चुपचाप चला जा, वरना एक भी जिंदा वापस ना जा सकेगा, ना वो लौंडिया ही जा पाएगी. ഇപ്പം രാംപാലിന് ദേഷ്യം വരും. ഇനിയും കമൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതിനൊക്കെ മുമ്പ് രാംപാലുള്ള കാര്യം പറയും, പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിക്കോ. ഇനി നീ ഒരു അക്ഷരം മിണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണും ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോത്തില്ല. कमल को धक्का देकर छप्परनुमा दुकान से बाहर कर दिया रामपाल ने. കമലിനെ തല്ലി ആ ചായക്കടയുടെ വെളിയിലോട്ടങ്ങ് ഇട്ട്. कमल कोई बावेला खड़ा करना नहीं चाहता था. सीने में उठ रहे ज्वार को उसने शांत रखा. उसे हरीश का ख्याल आ गया. वक्त की नज़ाकत भांप कर चुप रह जाना ही ठीक लगा. सड़क से उतरकर वह रेतीले रास्ते पर आ गया. उसकी रग रग में अंगारे दहक रहे थे. लड़कों का झुंड उसके पीछे लग गया था. वे कमल को चिढ़ाने का प्रयास करने लगे. അപ്പോൾ കമൽ പിന്നെ തൻ്റെ ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്തു. ഒന്നാമത് സിറ്റുവേഷൻ ശരിയല്ല, അവരെല്ലാവരും ഒരു സൈഡാണ്, കമൽ ഒറ്റയ്ക്കാണ്. രണ്ടാമത് കമലിൻ്റെ സുഹൃത്തിൻ്റെ കല്യാണമാണ്, ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ഏതെങ്കിലും കാരണവശാൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ ചിലപ്പം കല്യാണം തന്നെ മുടങ്ങിയെന്ന് വരും. അപ്പം കമലിനെ തള്ളി ചായക്കടയിൽ നിന്ന് വെളിയിലിട്ട് മാത്രമല്ല പുറകെ നടന്ന് കൊച്ചു കുട്ടികളെല്ലാം ചൂഹട 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 വേ ജോർ ജോർ സെ ചില്ലാ രഹേ थे. प्रत्येक शब्द नश्तर की तरह उसके जिस्म को चीर कर लहू लुहान कर रहा था. ആകെ കമലിനങ്ങ് വളരെ അധികം ഇൻസൾട്ടഡും വിഷമവുമായി. कमल लड़कों से बचकर गली की ओर लपका.
तेज कदमों से लगभग दौड़ते हुए वह जनवासे में पहुंचा। उसकी सांस फूल गई थी, मूड बुरी तरह उखड़ा हुआ था, जिस्म पर अभी तक हजारों चींटियां रेंग रही थी। पोर पोर गर्म दहकते लावे सा जल रहा था. അപ്പം ആകെ കൂടെ കമലിനങ്ങ് ദേഷ്യവും ആകെ കൂടെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. എങ്ങനെയാണ് ഈ ദേഷ്യം ആരോടും പറയാനും ഒക്കുന്നില്ല, വിഷമം ആരോടും പറയാനും ഒക്കുന്നില്ല. ദേഷ്യം കാരണം ശരീരം എല്ലാം കൂടെ അങ്ങ് ചൂടായി ആകെ ഒരു ടെൻഷനായി. ഉസേ ദേഖ്തേ ഹി ഹരീഷ് ने पूछा, क्या बात है, चेहरा उतरा हुआ है? कुछ नहीं, ठीक हूँ. कमल ने गहरी सांस ली. എന്താ കണ്ട ഉടനെ ഹരീഷിന് മനസ്സിലായി എന്തോ ഇഷ്യൂ ഉണ്ടെന്ന്. ചോദിക്കും എന്താണ് ഫേസ് വല്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ കമൽ കാര്യം പറയത്തില്ല, ഒന്നുമില്ല എന്ന് പറയും. കഹാ ചലേ ഗയേ थे, बड़ी देर लगा दी, चाय का इंतज़ाम कराया है, बस तुम्हारा ही इंतज़ार था, ഹരീഷ് ने कहा. ഹരീഷ് ഇവിടെ ചായയുടെ ഏർപ്പാടൊക്കെ ആക്കി വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിന് കമൽ എത്തിയില്ല. कमल दीवार के सहारे टिक कर बैठ गया, चुपचाप, जैसे विचारों की सुनसान पगडंडियों पर अकेला विचरण कर रहा हो. उसे इस तरह खामोश देखकर हरीश ने पूछा, क्या बात है, कुछ परेशान लग रहे हो? അപ്പം കമലിന് എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ ടെൻഷൻ ഉണ്ടെന്ന് ഹരീഷിന് മനസ്സിലായി. പക്ഷേ കമൽ ഒന്നും പറയത്തില്ല. നഹി കുച്ച് നഹി, ബസ് തോടാ സിർ ഭാരി ഹെ, കമലിനെ ടാൽനാ ചാഹ. അല്പം തല ഒരു ഹെവിനെസ് തോന്നുന്നു, തലയ്ക്ക് അല്പം ഹെവിനെസ് തോന്നുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കമൽ കാര്യം പറയത്തില്ല. उसके जेहन में 15 वर्ष पुरानी घटना दस्तक देने लगी, जिसकी स्मृति मात्र से ही उसके शरीर में एक लहर सी दौड़ गई. അപ്പോൾ 15 വർഷം മുമ്പ് നടന്ന ഒരു ഇൻസിഡൻറ്റ് പെട്ടെന്ന് കമലിന് ഓർമ്മ വരും. उस रोज कमल हरीश को पहली बार स्कूल से सीधा अपने घर ले गया था. पिताजी कहीं बाहर गए हुए थे. उसने अपनी माँ से हरीश को मिलाया था. माँ ने दोनों को खाने के लिए कुछ दिया था. അപ്പോൾ അന്ന് ആദ്യമായിട്ട് 15 വർഷം മുമ്പുള്ളൊരു ഇൻസിഡൻ്റാണ്. ഇവർ സ്കൂളിലായിരുന്നു. കമലും ഹരീഷും വളരെ ഡീപ്പ് ഫ്രണ്ട്സ് ആയിരുന്നു. ഹരീഷിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അന്ന് കമലിൻ്റെ അച്ഛൻ വീട്ടിലില്ലായിരുന്നു, അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അമ്മ എന്തോ ഭക്ഷണം കൊടുത്തു, സെർവ് ചെയ്തു. അമ്മ ഭക്ഷണം സെർവ് ചെയ്തു രണ്ടുപേർക്കും. हरीश ने पहला कौर उठाकर मुंह में रखा ही था कि कमल की माँ ने पूछा, बेटे तुम्हारे पापा क्या करते हैं? അപ്പം ഭക്ഷണം ഇങ്ങോട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നതിന് ഹരീഷ് ഭക്ഷണം കഴിച്ചില്ല. കഴിക്കാൻ തുടങ്ങുമ്പം തന്നെ കമലിൻ്റെ അമ്മ ചോദിക്കും, മോനെ നിൻ്റെ അച്ഛൻ എന്താ ജോലി ചെയ്യുന്നതെന്ന്. ജി നഗർപാലിക മേ സഫായി കർമ്മചാരി ഹേ, ഹരീഷ് ने सहजता से उत्तर दिया. അപ്പോൾ കൊച്ചുകുട്ടിയാണ് ഹരീഷ്, ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. എൻ്റെ അച്ഛൻ സ്വീപ്പറാണ്, കോർപ്പറേഷനിലെ വൃത്തിയാക്കുന്ന ജോലിയാണ്. हरीश का जवाब सुनते ही कमल की माँ आग बबूला हो गई थी. कमल के गाल पर एक झन्नाटेदार थप्पड़ पड़ा था. കേട്ട പാടെ മകൻ്റെ കവിളത്ത് ഒറ്റയടി കൊടുക്കും അമ്മ, കമലിൻ്റെ അമ്മ. पता नहीं कहाँ कहाँ से इन कंजड़ों को पकड़कर घर ले आता है, खबरदार जो आगे से किसी हरामी को दोबारा यहाँ लाया. നോക്ക്, ആ പൂജാകർമ്മം ചെയ്യുന്ന എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ പെട്ടെന്ന് ചീത്ത വിളിക്കും. ഇതുപോലത്തെ ഒരു സാധനങ്ങളെല്ലാം വഴി കിടക്കുന്നതിനെല്ലാം നീ പൊക്കി വീട്ടിലോട്ട് കൊണ്ടുവരുന്ന എന്തിനാണ്? जो आगे से किसी हरामी को दोबारा यहाँ लाया, ഇനി മേലെ ഇതിനെ പോലുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ. कमल पर यह हमला अप्रत्याशित था. वह न रोया न कोई प्रतिरोध ही कर सका था. അപ്പോൾ കമൽ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. തൻ്റെ ക്ലോസ് ഫ്രണ്ടിനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ കൊച്ചുങ്ങൾക്കൊന്നും അറിയില്ല ഈ ജാതി വ്യവസ്ഥയും അൺടച്ചബിലിറ്റിയും ഒന്നും. പ്രത്യേകിച്ച് ഇവർ ടൗണിൽ സിറ്റിയിൽ താമസിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇവർ സിറ്റിയിൽ താമസിക്കുന്നവരാണ്, ഡെഹ്റാഡൂണിൽ. അപ്പോൾ അമ്മയുടെ ഈ ഒരു ആക്രമണം, അമ്മയുടെ ഈ ഒരു ദേഷ്യം ഒന്നും കുട്ടിക്ക് മനസ്സിലായില്ല. സിർ ഫട്ടി ഫട്ടി ആँखों से माँ के गुस्से से भरे चेहरे को देखता रह गया. ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടേയിരുന്നു കമൽ അമ്മേനെ. കമൽ ഇങ്ങനെ അന്തം വിട്ട് അമ്മയെ നോക്കി. माँ ने हरीश को भी ढेर सी गालियाँ देकर घर से भगा दिया था. माँ की दुत्कार फटकार से हरीश बुरी तरह आहत हुआ था. उसे पहली बार लगा था कमल और वह दोनों अलग अलग हैं. അപ്പോൾ ഈ കമലിൻ്റെ അമ്മയുടെ പ്രതികരണം കണ്ടിട്ട് ഹരീഷും അങ്ങാകെ ടെൻഷനായി പേടിച്ച്. അപ്പോഴാണ് ഹരീഷിന് മനസ്സിലായത്, ഞാനും കമലും മനുഷ്യർ തന്നെയാണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ദോനോ കെ ബീച്ച് കോയി ഫാസ്ല ഹേ, ഞങ്ങളുടെ ഇടയിൽ എന്തോ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. പടോസി സുഗുണ കെ ശബ്ദ് യാദ് ആ രഹേ थे, ബേട്ടെ ബാമൻ സെ ദോസ്തി റാസ് നഹി ആയേഗി. അപ്പം തൻ്റെ നെയ്ബർ സുഗുണ വാൺ ചെയ്തതാണ്, മോനെ ഈ ബ്രാഹ്മിൻസിൻ്റെ കൂടെയുള്ള കൂട്ടുകെട്ടൊന്നും നമുക്ക് ശരിയാവത്തില്ല, നമുക്ക് ഒതുങ്ങത്തില്ല.
लेकिन हरीश ने सुगुणा की बात को कभी अहमियत नहीं दी थी। कमल उसके लिए अपना था, एकदम सगा, ബൽക്കി അപ്നോ സെ ഭി കहीं ज़्यादा. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു കമൽ. ആരെന്ത് പറഞ്ഞാലും കമലുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഹരീഷിന് വിടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇസ് ഘട്നാനെ ഹരീഷ് കെ മൻ പർ കൈ ഖരോച്ചെ ഡാൽ ദീ ഥി. ഇപ്പം കമലിൻ്റെ അമ്മയുടെ പെരുമാറ്റം, ആ ഒരു ഇൻസൾട്ട് ഹരീഷിൻ്റെ മനസ്സിലും വലിയൊരു മുറിവ് ഏൽപ്പിച്ചു. हरीश के जाने के बाद माँ लगातार बड़बड़ाती रही थी. सारा घर दोबारा धोया गया था. गंगा जल छिड़क कर ज़मीन पवित्र की गई थी. ഹരീഷ് ഇറങ്ങിപ്പോയതിന് ശേഷം വീട് മുഴുവനും വൃത്തിയാക്കി ശുദ്ധീകരിച്ച് ഗംഗാജലമൊക്കെ തളിച്ച് കമലിൻ്റെ അമ്മ ആകെ പുറവുറുത്തോണ്ട് ഇതെല്ലാം ചെയ്യായിരുന്നു. कमल के बाल मन में भी एक दरार पैदा हो गई थी. वह चुपचाप जाकर अपने कमरे में लेट गया था. ढेरों सवाल उसके मन को कचोट रहे थे. आखिर माँ ने ऐसा क्यों किया? क्या कमी है हरीश में? दिन भर उसने कुछ नहीं खाया था. रात में भी माँ ने बहुत समझाया था, ऊंच नीच बताई थी. फिर भी वह चुपचाप निर्विकार मुद्रा में बैठा था. माँ के सारे दांव उसे मनाने में हार गए थे. അമ്മ ഒരുപാട് അടവെടുത്ത് നല്ലപോലെ പറഞ്ഞു നോക്കി, സ്നേഹിച്ച് പറഞ്ഞു നോക്കി. നമ്മൾ അവരിൽ നിന്നും നമ്മൾ ഉയർന്ന ജാതിയാണ്, അവരെയൊക്കെ തൊട്ടാൽ ആകെ നമ്മുടെ ധർമ്മം ഭ്രഷ്ടമാവും, പല രീതിയിൽ പറഞ്ഞു നോക്കി. പക്ഷേ കമൽ ഒരു രീതിയിലും വഴങ്ങാൻ തയ്യാറല്ലായിരുന്നു. बेटे, इनके संस्कार गलत हैं, ये छोटे लोग हैं, इनके साथ बैठने से बुरे विचार मन में पैदा होते हैं. और भी कई बातें माँ ने बताई थी, लेकिन कमल के अनुभव इन सब से भिन्न थी. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്ന എന്തൊക്കെയാണ് നോക്കിയേ. ഈ ഒരു അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, ജാതി പൊലിമ, ഇതെല്ലാം അമ്മമാർ പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത ജനറേഷനും ഈ വിഷം കുത്തിവെക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഇൻകെ സംസ്കാർ ഗലത് ഹേ ബേട്ടെ, ഇവർക്കൊക്കെ ഒരു കൾച്ചർലെസ് ആൾക്കാരാട്ടോ. ഈ ഛോട്ടെ ലോക് ഹേ, ഇവരൊക്കെ താന്ന ജാതിക്കാരാണ്, ഇവരുടെ കൾച്ചറൊന്നും ശരിയല്ല. ഇൻകെ സാത്ത് ബൈഠ്നെ സെ ബുരേ വിചാർ മൻമേ പേദാ ഹോത്തെ ഹേ, നമ്മൾ ഇവരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ നമ്മുടെ മനസ്സും കലുഷിതമാവും. और भी कई बातें माँ ने बताई, लेकिन कमल के अनुभव इन सब से भिन्न थे. അമ്മ ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞു, പക്ഷേ ഹരീഷിൻ്റെ പെരുമാറ്റം കമലിന് നല്ലപോലെ അറിയാമായിരുന്നു. माँ के तर्कों से जब वह ऊबने लगा तो आखिर उसने माँ से पूछ ही लिया, तुम कभी उनके घर गई हो, उनसे मिली हो, फिर कैसे जानती हो वे बुरे लोग हैं? അവസാനം ഒരു ദിവസം കമൽ അമ്മയോട് ചോദിക്കും, അമ്മ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടോ, അവരുടെ വീട്ടുകാരെ അമ്മയ്ക്ക് അറിയാമോ, പിന്നെ അവർ താന്ന കൂട്ടരാണ്, വൃത്തികെട്ടവരാണെന്നൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ അറിയാം. माँ अवाक होकर कमल का चेहरा देखने लगी थी. कमल की आंखों में गुस्सा नहीं था, ऐसा कुछ था जो धीरे धीरे बर्फ की तरह पिघल रहा था, जिसे वह पकड़ना चाहती थी, पर उसकी पकड़ में नहीं आ रहा था. പക്ഷേ ഇത് പറയുമ്പം കമലിൻ്റെ ആ ഒരു ഫേസ് നോക്കിയിട്ട് അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ കമലിൻ്റെ ആ ഒരു ഇരുത്തം വന്ന ഒരു പെരുമാറ്റമാണ് പ്രകടമായത്. ഈ കുട്ടി ഞാൻ പറഞ്ഞ അനുസരിക്കില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. എന്തോ ഒരു പക്വത വന്ന ഒരു നോട്ടമായിരുന്നു കമലിൻ്റെ മുഖത്ത്. माँ ने हार कर एक समझौता कर लिया था, जिसकी जानकारी हरीश को कभी नहीं हुई. हरीश के खाने पीने के लिए कुछ बर्तन अलग रख दिए थे. അവസാനം അമ്മ ഒരു കോംപ്രമൈസിലെത്തി. സംഝോത്ത, കോംപ്രമൈസ്. എന്താണ്? നിൻ്റെ ഫ്രണ്ട് വരുമ്പം ഞാൻ വേറെ പാത്രത്തിൽ ഭക്ഷണം വിളമ്പാം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അവർക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റൊന്നും അവർക്ക് കൊടുക്കില്ല. तब से आज तक कमल एक ऐसी अंधेरी गली में चल रहा था जहाँ रोशनी का कोई कतरा दिखाई नहीं देता है. उसे हमेशा लगता है जैसे वह हरीश से विश्वासघात कर रहा है. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഒരു പ്രക്രിയ, ഹരീഷ് എന്നൊക്കെ വീട്ടിൽ വരുന്നോ കമലിൻ്റെ അമ്മ ഈ രീതിയിലാണ് ഭക്ഷണം വിളമ്പുന്നത്. ഇത് ഹരീഷിനും അറിയില്ല. ഇത് കമലും കമലിൻ്റെ അമ്മയും തമ്മിലുള്ള ഒരു സീക്രട്ടാണ്. कमल को ख्यालों में डूबा देख कर हरीश ने उसे टोका, कहाँ खो गए, लो चाय पियो. एक देहाती लड़का चाय के 2 गिलास थामे खड़ा था. कमल ने एक गिलास उसके हाथ से ले लिया. चाय की चुस्की लेते हुए कमल का बिगड़ा हुआ मूड बदलने लगा. चाय पीने के बाद सिरदर्द से भी थोड़ी राहत महसूस की उसने. അപ്പോൾ ഈ ഒരു 15 വർഷം മുമ്പുള്ള കാര്യം പെട്ടെന്ന് കമലിന് ഓർമ്മ വരും. കമലിൻ്റെ അമ്മ ഇങ്ങനെയാണ് പെരുമാറിയത് ഹരീഷിനോട്. അതേപോലെ ഹരീഷിൻ്റെ ഗ്രാമത്തിലെ ആൾക്കാരും കമലിനോട് ഇങ്ങനെയാണ് പെരുമാറിയത്. അപ്പോൾ ഈ സമൂഹം ഓൾ ടുഗെദർ എന്തോ ഫോൾട്ട് ഉണ്ട് ഈ സമൂഹത്തിൽ എന്ന് കമൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ചായ വരുന്നത്. सूरज सिर के ऊपर चढ़ गया था. शादी वाले घर में काफ़ी चहल पहल थी. दोपहर के खाने में विशेष इंतज़ाम किया गया था.
पास के कस्बे से नान और मीट बनाने के लिए कारीगर बुलाया गया था। एक मोटा ताज़ा बकरा काटा गया था। पके हुए मीट और गर्म मसालों की महक പൂരെ ആംഗൻ മേ ഫേൽ ഗയി थी. അപ്പം കല്യാണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളുമായി ഭക്ഷണം, മീറ്റ്, നാൻ എല്ലാം റെഡിയാകുമായിരുന്നു. അതിൻ്റെ ഒരു സ്മെൽ എല്ലായിടത്തും പടരുന്നുണ്ടായിരുന്നു. कुछ लोग सुबह से ही दारू पीने बैठ गए थे. काफ़ी हो हल्ला होने लगा था. बच्चों की चिल्लपों अलग थी. बड़े बूढ़े हुक्के की गुड़गुड़ में अपने ज़माने को याद कर रहे थे. औरतों की व्यस्तता कुछ अलग थी. हरीश की सास ने पुराने कपड़ों पर एक नई ओढ़नी डाल ली थी. दूल्हे को साथ लेकर उसे सलाम पर जाना था. അപ്പോൾ ആകെ കൂടെ ഒരു ബഹളം, കുട്ടികളുടെ ഒരു ബഹളം ഒരു വശത്ത്, സ്ത്രീകളുടെ തിരക്ക് ഒരു വശത്ത്, ഭക്ഷണം ഒരു വശത്ത് പാകം ചെയ്യുന്നു. അപ്പോഴാണ് ഈ ഹരീഷിൻ്റെ മദർ ഇൻ ലോ സാസ് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ മുകളിൽ തന്നെ, പഴയ വസ്ത്രങ്ങളുടെ മുകളിൽ തന്നെ ഒരു പുതിയ ഷോളും ഇട്ടിട്ട് അവർ റെഡിയാവുകയാണ്. എവിടെ പോകാനാണ്? ദൂൽഹെ കോ സാത്ത് ലേക്കർ ഉസേ സലാം പർ ജാനാ ഥാ. അപ്പോൾ ഈ വരനെയും കൊണ്ട് ഇവരുടെ ഒരു കസ്റ്റമാണ് ഈ ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ പോയി ഇങ്ങനെ സലാം പറയണം, അവരെ ഇങ്ങനെ വന്ദിക്കണം അവരുടെ മുറ്റത്ത് നിന്ന്. അപ്പം പുറകിൽ കൂട്ടർ ചെണ്ടയും മേളവും ഒക്കെ ആയിട്ട് വരും. എന്നിട്ട് അവർ എന്തെങ്കിലും ഒരു പാത്രങ്ങളോ പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന് എന്തെങ്കിലുമൊക്കെ അവർ കൊടുക്കും. അപ്പോൾ ഈ ഒരു ചടങ്ങ് ചെയ്യാനുണ്ടായിരുന്നു. हरीश के पिताजी कुछ परेशान दिखाई दे रहे थे. कमल ने परेशानी का कारण जानना चाहा तो वे टाल गए. सुबह से ही कुछ चल रहा था जिसका थोड़ा आभास कमल को होने लगा, लेकिन कोई भी उसके सामने खुलकर बात नहीं कर रहा था. അപ്പോൾ രാവിലെ തൊട്ടേ എന്തോ ഒരു കാര്യം ഇഷ്യൂ ഉണ്ടെന്നുള്ളത് കമൽ സെൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും കമലിനോട് ഉള്ള കാര്യം തുറന്ന് പറയുന്നില്ലായിരുന്നു. ഹരീഷ് കെ സസുർ ജുമ്മൻ ഋഷികേശ് മേ സർക്കാരി കർമ്മചാരി थे. അപ്പോൾ ഈ പേര് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേരെ. ഋഷികേശിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഹരീഷിൻ്റെ ഫാദർ ഇൻ ലോ. അദ്ദേഹത്തിൻ്റെ പേര് ജുമ്മൻ. परिवार गांव में रहता था. पारंपरिक जीवन था. गांव के कई परिवारों में साफ सफाई का काम हरीश की सास करती थी. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ്, ഫാമിലി എല്ലാം ഗ്രാമത്തിൽ തന്നെ ആയിരുന്നു. വൈഫ് ഓരോരുത്തരുടെ വീട്ടുവേലയ്ക്കൊക്കെ പോകുമായിരുന്നു, വൃത്തിയാക്കുന്ന ജോലിക്ക് പോകുമായിരുന്നു. जुम्मन की बड़ी लड़की बाप के साथ ऋषिकेश में ही रहती थी, सरकारी मकान में. आस पड़ोस की देखा देखी जुम्मन ने उसे भी स्कूल भेज दिया. देखते देखते उसने हाई स्कूल की परीक्षा पास कर ली थी. साथ ही उसमें सुघड़ता भी आ गई थी. अच्छा परिवेश पाकर उसमें बदलाव आ गया था. അപ്പോൾ ഈ ഋഷികേശിൽ ജോലി ചെയ്തിരുന്ന ജുമ്മൻ എന്ന് വെച്ചാൽ ഹരീഷിൻ്റെ ഫാദർ ഇൻ ലോ, അദ്ദേഹത്തിൻ്റെ മൂത്ത മോളെ അവിടെ തന്നെ നിർത്തി പഠിപ്പിച്ചു. എല്ലാവരും പെൺകുട്ടികളെ സ്കൂളിൽ വിടുന്ന കണ്ട് ടൗണിലായതുകൊണ്ട് അദ്ദേഹവും വിട്ടു. അപ്പോൾ ഈ കുട്ടിയും ഹൈസ്കൂൾ എക്സാം പാസ്സായി. अच्छा परिवेश पाकर उसमें बदलाव आ गया था. गांव भर की लड़कियों से अलग दिखाई पड़ती थी. അപ്പോൾ ഗ്രാമത്തിലെ മറ്റ് പെൺകുട്ടികളെക്കാളും അല്പം വ്യത്യാസമായിരുന്നു ഈ പെൺകുട്ടിയെ കണ്ടാൽ. കാരണം ടൗണിൽ ജീവിച്ച് വിദ്യാഭ്യാസം നേടിയൊരു കുട്ടിക്ക് നാച്ചുറലി അവിടെ പെരുമാറ്റത്തിലും അവിടെ ആകമൊത്ത ഒരു ലുക്കിലൊരു ഡിഫറൻസ് വരും. वैसे इस गांव की वह पहली लड़की थी जिसने हाई स्कूल पास किया था. ആ ഗ്രാമത്തിൽ പൊതുവേ ദളിതരൊന്നും മക്കളെ പഠിപ്പിക്കില്ല, മക്കളെ ഒട്ടുമേ പഠിപ്പിക്കില്ല. അപ്പോൾ ഈ കുട്ടി ആദ്യമായിട്ടാണ് ആ ഗ്രാമത്തിലെ ഒരു ഹൈസ്കൂൾ പാസ്സായ പെൺകുട്ടി. जुम्मन की घरवाली जिन परिवारों में काम करती थी उनमें अधिकतर रांगड़ थे. गांव देहात के नियम कायदे के हिसाब से हरीश को सलाम के लिए विदाई से पहले रांगड़ों के दरवाजे पर जाना था. यह एक रस्म थी. റാങ്കടുകളുടെ വീട്ടിൽ, അത് ഒരു ജാതിയാണ്, ഉയർന്ന ജാതിയാണ്, ബ്രാഹ്മൺസിന് അത്ര ഉയർന്നതല്ല. അപ്പോൾ അവരുടെ വീട്ടിൽ ഇവർ സലാം പറയാൻ പോകണം. അതായിരുന്നു അവരുടെ ഒരു ചടങ്ങ്. ജിസെ ന ജാനെ കിത്നി സദിയോ സെ നിഭായ ജാ രഹാ ഥാ. എത്രയോ നാളുകൊണ്ട് ഈ ഒരു ചടങ്ങ് നടക്കുകയാണ്. ഹരീഷ് के पिताजी ने साफ इनकार कर दिया था. हम सलाम पर अपने लड़के को नहीं भेजेंगे. അപ്പോൾ ഹരീഷിൻ്റെ അച്ഛനും ഒക്കെ ടൗണിൽ വളർന്നതാണ്. അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഡിഫറെൻ്റാണ്. അവരൊക്കെ പുരോഗമന ചിന്താഗതിയുള്ളവരാണ്. അവർ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഈ നാട്ടുകാരുടെ മുമ്പിൽ പരിചയമില്ലാത്തവരുടെ വീട്ടിലൊക്കെ ചെന്ന് ഇങ്ങനെ സലാമും പറഞ്ഞ് നടക്കാൻ ഞങ്ങളെ കിട്ടില്ല. रांगड़ परिवारों से कई बार बुलावा आ चुका था. बिरादरी के बड़े बूढ़े अपने अपने तर्क देकर ऊंच नीच समझा रहे थे. അപ്പോൾ ഇത് ആകെ പ്രശ്നമാണ്. റാങ്കടന്മാർ കുറേ പ്രാവശ്യം ആളിനെ വിട്ടു. നിങ്ങളെന്താണ് ചെറുക്കനും കൂട്ടരൊന്നും വരാത്തത്? बाप दादों की रीत है, एक दिन में तो न छोड़ी जावे है. वे बड़े लोग हैं, सलाम पे तो जाना ही पड़ेगा. और फिर जल में रहकर मगरमच्छ से बैर रखना तो ठीक नहीं है.
ജൽ മേ രഹക്കർ മഗർമച്ച് സേ ബൈർ, നമ്മൾ ജലത്തിൽ താമസിക്കുകയാണെങ്കിൽ, ജലത്തിലാണ് വാസം, എന്നിട്ട് നമ്മൾ മുതലയായിട്ട്, മഗർമച്ച് എന്തുവാണ്, ക്രോക്കഡൈൽ, മുതലയായിട്ട് നമുക്ക് വൈരാഗ്യം വെക്കാൻ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്രാമത്തിൽ താമസിക്കണമെങ്കിൽ ഇവരുടെയൊക്കെ ആവശ്യമുണ്ട്. ഇവരെല്ലാവരും നമ്മളെ എതിർത്താൽ നമുക്ക് ഈ ഗ്രാമത്തിൽ ജീവിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. और इसी बहाने कपड़ा लत्ता बर्तन भांडे भी नेक दस्तूर में आ जाते हैं. അപ്പോൾ അത് മാത്രമല്ല, ഇങ്ങനെ പോകുമ്പം എന്തെങ്കിലും പാത്രങ്ങളോ തുണിയോ ഒക്കെ കിട്ടുകയും ചെയ്യും ഗിഫ്റ്റായിട്ട്. ഹരീഷ് ने भी स्पष्ट तौर पर कह दिया था, मुझे न ऐसे कपड़े चाहिए न बर्तन, मैं अपरिचितों के दरवाजे सलाम पर नहीं जाऊंगा. പക്ഷേ വരൻ ഹരീഷ് കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് തുണിയും വേണ്ട, വസ്ത്രവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഈ പരിചയമില്ലാത്തവരുടെ വീട്ടിലെല്ലാം കയറി സലാമും പറഞ്ഞ് നടക്കാൻ എന്നെ കിട്ടില്ല. हरीश ने जब जब भी किसी दूल्हे या दुल्हन को इस तरह दरवाजे दरवाजे घूमते देखा, उसे लगता था जैसे स्वाभिमान को चिंदी चिंदी करके बिखेरा जा रहा है. बाजे गाजे के साथ घूमता दूल्हा निरीह जीव दिखाई पड़ता था. അപ്പോൾ ഹരീഷ് ഇത് പലയിടത്തും കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് നവവരൻ ഇങ്ങനെ ചെണ്ടയും കൊട്ടി പുറകിൽ ആൾക്കാർ നടക്കും, ഓരോരുത്തരുടെ വീട്ടിലിങ്ങനെ ചെന്ന് പിശക്കാരെ പോലെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഹരീഷിന് അപ്പോഴേ തോന്നി, ഇതൊരു പുതിയ ജീവിതം തുടങ്ങുന്ന ദിവസം തന്നെ നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാക്കുന്ന ഒരു ചടങ്ങാണ് ഇത് ഈ ഉയർന്ന ജാതിക്കാരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അവനത് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു. दामाद हो या नई नवेली दुल्हन, सलाम के लिए घर घर जाने का रिवाज है, जो हमने नहीं पुरखों ने बनाया था, जिसे इस तरह छोड़ देना ठीक नहीं है. गांव में रहना है, 10 ज़रूरतें हैं, जुम्मन ने जोर देकर कहा. അപ്പോൾ ജുമ്മന് ആ ഗ്രാമത്തിൽ ഇനിയും ജീവിക്കാനുള്ളതാണ്, പെണ്ണിൻ്റെ അച്ഛന്. അയാൾ ടൗണിലൊക്കെ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ ആണെങ്കിലും അയാൾക്ക് ഈ ഗ്രാമത്തിലെ അവസ്ഥയൊക്കെ അറിയാം. അപ്പോൾ അയാൾ പറയും, മോനെ പോയേ പറ്റൂ, കാരണം ഞങ്ങൾക്ക് ഇവിടെ ഗ്രാമത്തിൽ ജീവിക്കേണ്ടതാണ്, ഇവിടുത്തെ ചടങ്ങാണ്, നമ്മളായിട്ടുണ്ടാക്കി വെച്ചില്ല, നമ്മുടെ പൂർവികരുണ്ടാക്കി വെച്ച ഒരു ചടങ്ങാണ്, നമ്മളായിട്ട് അതിനെ തിരുത്താൻ ഒക്കില്ല. ഹരീഷ് ने तीखे शब्दों में कहा, आप चाहे जो समझे, मैं इस रिवाज को आत्मविश्वास तोड़ने की साजिश मानता हूँ. यह सलाम की रस्म बंद होनी चाहिए. അപ്പോൾ ഹരീഷ് ഫാദർ ഇൻ ലോയോട് തീർത്തങ്ങ് പറയും, നിങ്ങൾ എന്ത് വിചാരിച്ചാലും ശരി, എനിക്ക് ഈ ഒരു ചടങ്ങ് നമ്മുടെ യുവാക്കളുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള അവരുടെ ഒരു കുതന്ത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും പോകത്തില്ല. आवाज़ सुनकर कमल हरीश की ओर बढ़ा. कमल को अपनी ओर आते देखकर हरीश चुप हो गया. हरीश का चेहरा तनाव से कसा हुआ था. क्या बात है हरीश, कुछ मुझे भी तो बताओ, कमल ने जिज्ञासा प्रकट की. ഹരീഷ് ഇങ്ങനെ വോയിസ് റേസ് ചെയ്ത് ഇത് പറയുന്ന കേട്ടപ്പം കമൽ അടുത്തുനിന്ന് ചോദിക്കും, എന്താ പ്രശ്നം, എന്നോടുകൂടെ പറ. प्रत्येक कार्यकलाप में कमल हरीश के साथ था, घर से लेकर यहाँ तक, लेकिन इस वक्त वह अपने आप को अलग थलग महसूस कर रहा था. എല്ലാ കാര്യത്തിനും ഹരീഷിൻ്റെ വിവാഹം സംബന്ധിച്ചുള്ള എല്ലാ ഓട്ടത്തിനും കമലുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ചെയ്തു. പക്ഷേ ഈ ഒരു ഇഷ്യൂ ആരും കമലിനോട് തുറന്നു പറയാത്തതിൽ കമലിന് ഒരു ചെറിയ വിഷമമുണ്ടായിരുന്നു. ഹരീഷ് के पिताजी ने कमल के कंधे पर हाथ रखा. कुछ नहीं है बेटे, आप वहाँ बैठो, सामने आंगन में नीम के पेड़ के नीचे मैंने आपके लिए एक चारपाई डलवा दी है, आराम करो, जात बिरादरी की कुछ समस्याएं हैं, हम निपटा लेंगे. അപ്പോൾ ഹരീഷിൻ്റെ അച്ഛനും വന്ന് കമലിനോട് പറയും, ഒന്നുമില്ല മോനെ, മോൻ ദാ അവിടെ ആ മരച്ചവിട്ടിൽ മോൻ ഇരിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്, മോൻ അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കും, ഇത് ഞങ്ങളുടെ ഒരു ഇൻറ്റേർണൽ ഒരു ഇഷ്യൂ ആണ്, ഞങ്ങളതങ്ങ് സോൾവ് ചെയ്തോളാം. कमल को लगा जैसे वह सचमुच बाहरी व्यक्ति है. उसने कातर दृष्टि से हरीश की ओर देखा. हरीश ने आंखों के इशारे से शांत रहने के लिए कहा. कमल जाकर चारपाई पर बैठ गया. കമലിന് ആ സമയത്ത് ശരിക്കും തോന്നി അവൻ ഇവരുടെ ആരുമല്ല എന്ന്. കാരണം എന്തൊക്കെയായിരുന്നാലും കമൽ ഒരു ഹൈ കാസ്റ്റാണ്. അതുകൊണ്ട് അവരുടെ ജാതിയിലെ ഇടയിൽ തന്നെയുള്ള ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കമലിനോട് പറയാൻ ഹരീഷിനും അച്ഛനും ഒക്കെ ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ആരും പറയാതിരുന്നപ്പം കമലിന് തോന്നി കമൽ അങ്ങ് ലെഫ്റ്റ് ഔട്ടായിരുന്നു. दोपहर होते होते बात पूरे गांव में फैल गई. जुम्मन के जवाई ने सलाम पर आने से मना कर दिया है. गांव के रांगड़ बल्लू रांगड़ की चौपाल पर जुटने लगे थे. ऐसा लग रहा था जैसे जोहड़ के पानी में किसी ने कंकड़ फेंक दिए हो. നമ്മൾ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു കുളത്തിൽ ഒരു കല്ലിട്ടാൽ അതിൻ്റെ ഓളങ്ങൾ എല്ലായിടവും പരക്കുന്ന പോലെ ഈ ഒരു വാർത്ത തീ പോലെ ഗ്രാമത്തിൽ മുഴുവനും അങ്ങ് പടർന്ന്. എന്തുവാണ് വാർത്ത? ജുമ്മൻ്റെ മരിമോന് സലാം ചെയ്യാൻ വരുന്നില്ല എന്ന് പോലും ഈ വാർത്ത എല്ലായിടവും അങ്ങ് പരന്ന്.
റാങ്കड़ ഗുസ്സെ മേ ഫൻ ഫനായെ ഘൂം രഹേ थे റാങ്കടുകൾക്ക് ഇതിൻ്റെ പരം റാങ്കടുകൾക്ക് അങ്ങ് കലി വന്ന് बल्लू रांगड़ का सीखिया पहलवान रामपाल कमल उपाध्याय को चाय की दुकान से धकिया कर चौड़ा हुआ घूम रहा था। अपनी बहादुरी का किस्सा समूचे गांव को सुना चुका था। कैसे एक चूहड़े को उसने चाय की दुकान में जात छिपाकर चाय पीते रंगे हाथों पकड़ लिया। बाराती था इसलिए छोड़ दिया। यह हरकत किसी और ने की होती तो अभी तक अर्थी सज रही होती। लोग सुनते और मजा लेते, साथ ही अपनी ओर से कुछ जोड़ देते. അപ്പോൾ രാവിലെ നടന്ന ചായക്കടയിലെ ഇൻസിഡൻറ്റ് ആ ബല്ലു റാങ്കഡ് എല്ലാവരോടും കുറച്ചുകൂടെ ഉപ്പും മുളകുമൊക്കെ ചേർത്ത് പറയാണ്. ഇവരുടെ ആ ഒരു ചെറുക്കൻ കൂട്ടരുടെ കൂടെ വന്ന ഒരുത്തിനെ ഞാൻ ഇന്ന് ചായക്കടയിൽ നിന്ന് അടിച്ചാട്ടി പായിച്ച് ഓടിച്ച്. അവനെന്താണ് ബ്രാഹ്മണനാണെന്ന് വന്ന് കള്ളം പറഞ്ഞ് ചായ കുടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. बल्लू रांगड़ हालात देख कर खुद जुम्मन के घर आया. आते ही उसने जुम्मन और उसकी घरवाली को मेहमानों के सामने ही फटकार सुनाई. അപ്പം ബല്ലു റാങ്കഡാണ് ആ കൂട്ടത്തിലെ റൗഡി. അയാൾ ചെന്ന് നേരെ ജുമ്മൻ്റെ വീട്ടിൽ ചെന്ന്, എന്നുവെച്ചാൽ പെൺകൂട്ടരുടെ വീട്ടിൽ ചെന്ന്, जुम्मन तेरा जवाई अब तक सलाम पर क्यों नहीं आया? तेरी बेटी का ब्याह है तो हमारा भी कुछ हक बनता है. जो नेक दस्तूर होता है वो तो निभाना ही पड़ेगा. हमारी बहू बेटियां घर में बैठी इंतज़ार कर रही हैं. उसे लेके जल्दी आ जा. ഞങ്ങളുടെ വീട്ടിലെ പെൺമക്കളും മരുമക്കളും എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് നിൻ്റെ മോനും മരുമകളും ഒക്കെ ഇറങ്ങി വരാത്തത്? ഇങ്ങനെ ഇത് ശരിയല്ല എന്നും പറഞ്ഞ് എന്താണ് നിൻ്റെ മരുമോൻ വരാത്തത്? എല്ലാവരുടെയും മുമ്പ് വെച്ച്, ഗസ്റ്റുകളുടെ എല്ലാവരുടെയും മുമ്പ് വെച്ച് ബല്ലു റാങ്കഡ് ഷൗട്ട് ചെയ്യും. जुम्मन ने सिर पर लिपटा कपड़ा उतार कर बल्लू रांगड़ के पाँव में धर दिया. चौधरी जी जो सजा दोगे भुगत लूँगा. बेटी को विदा हो जान दो. जमाई पढ़ा लिखा लड़का है. गांव देहात की रीत ना जाने है. जुम्मन തൻ്റെ തലപ്പാവ് ഊരി അയാളുടെ കാലിലേക്ക് വെക്കും. എന്നുവെച്ചാൽ തൻ്റെ സകല റെസ്പെക്റ്റും ഊരി മറ്റേയാളുടെ കാലയിൽ വെക്കും. എന്നിട്ട് എന്താണ് പറയുന്നത്? ചൗധരി ജി ജോ സജാ ദോഗെ ഭുഗത് ലൂങ്ക. എനിക്ക് എന്ത് പണിഷ്മെൻറ്റ് തന്നാലും ഞാനതങ്ങ് സ്വീകരിച്ചോളാം. ബേട്ടി കോ വിദാ ഹോ ജാനെ. എൻ്റെ മോളെ ഒന്ന് അയച്ച്, എൻ്റെ മോളുടെ കല്യാണം ഒന്ന് നടന്നോട്ടെ. ജമായി പഠാ ലിഖാ ലടക്കാ ഹെ. ഗാവ് ദേഹാത് കി റീത് ന ജാനെ ഹെ. എൻ്റെ മരുമോന് ടൗണിൽ പഠിച്ച പയ്യനാണ്. അപ്പം ഈ ഗ്രാമത്തിലെ ചടങ്ങൊന്നും അവന് അറിയില്ല. തഭി तो कहूँ जातकों को स्कूल ना भेजा करो. स्कूल जाके कौन सा इन्हें बालिस्टर बनना है? ऊपर से इनकी दिमाग चढ़ जाएंगे. യോ ന ഘർ കെ രഹേങ്കെ ന ഘാട്ട് കെ. അതല്ലേ ഞാൻ പറഞ്ഞ നിന്നോടൊക്കെ മക്കളെ സ്കൂളിൽ വിടരുതെന്ന്. ഇതൊക്കെ സ്കൂളിൽ പോയി പഠിച്ചിട്ട് എന്തോ ബാരിസ്റ്റർ ആവാനാണോ? ഇതിനെയൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചാൽ എന്താ ഗുണം? എന്താണ്? തല തിരിഞ്ഞു പോവും. ഇവരൊക്കെ പിന്നെ പറഞ്ഞാൽ അനുസരിക്കില്ല. गाँव की नाक तो तूने पहले ही कटवा दी जो लौंडिया को 10वीं पास करवा दी. क्या ज़रूरत थी लड़की को पढ़ाने की? गाँव की हवा बिगाड़ रहा है तू. നീ അല്ലേലും ഇച്ചിരി അഹങ്കാരിയാണ്. നീ നിൻ്റെ മോളെ എന്തിനാണ് സ്കൂളിൽ വിട്ടത്? 10 പാസ്സായല്ലോ അവളിപ്പം. അപ്പം നീ ഈ രീതികൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഇവർക്ക് പഠിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു, സ്കൂളിൽ കയറ്റത്തില്ലായിരുന്നു. എന്താണ്? ശൂദ്രൻ്റെ ജന്മം ബ്രഹ്മാവിൻ്റെ കാലിൽ നിന്നാണ് ഉണ്ടായത്. ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ വായിൽ നിന്നും ജനിച്ചു എന്നാണ് വേദങ്ങളിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പം ഈ ശൂദ്രന് ഒരിക്കലും സമ്പത്ത് വെക്കാൻ പാടില്ല, വിദ്യ ആർജിക്കാൻ പാടില്ല. അപ്പം നീയൊക്കെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നീയൊക്കെ ഈ രീതികൾ മറന്ന്, നമ്മുടെ ഒരു രീതിയുണ്ട്, കലാകാലങ്ങളിൽ പിന്തുടർന്നൊരു രീതിയുണ്ട്, അത് മാറ്റിയിട്ട് നീ നിൻ്റെ മകളെ പഠിപ്പിച്ചു. അതാണ് ഇതിനെല്ലാത്തിനും കാരണം. ഇബ് തേരാ ജവായി സലാം പെ ജാനെ സെ മനാ കർ റാ ഹൈ. ഉസെ സംഝാ ദേ സലാം കെ ലിയെ ജൽദി ആവേ. ബല്ലുനെ ഫൈസല സുനായ. അപ്പം ബല്ലു ഒരു റൗഡിയായിരുന്നു. അയാൾ പറയും, പറഞ്ഞേരം നിൻ്റെ മരുമോൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സലാമിന് വരാൻ. जुम्मन ने गिड़गिड़ाकर रिड़ियाहट भरे शब्दों में कहा, चौधरी जी मेरी लाज रख लो. मैं तो थारा गुलाम हूँ. मेरा तो जीना मरना सब कुछ थारी ही गेल है. जो कहोगे करूँगा. बस करके बेटी को विदा हो जाने दे. मैं थारे पाँव में नाक रगड़ूँ. അപ്പം ജുമ്മൻ തൻ്റെ മരുമകന് വേണ്ടി സ്വയം തൻ്റെ സകല റെസ്പെക്റ്റും ബല്ലു റാങ്കഡിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. ഞാൻ താഴെ കുനിഞ്ഞ് എൻ്റെ മൂക്കൊണ്ട് ഇക്ഷ വരയ്ക്കാൻ റെഡിയാണ്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ്. പക്ഷേ എൻ്റെ മോടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അവളെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ നിങ്ങളുടെ എന്ത് ദാസ്യവില ചെയ്യാനും തയ്യാറാണ്. മേ തോ താര ഗുലാം ഹോ. ഗുലാം ആരാണ്? ദാസൻ. ഞാൻ നിൻ്റെ ദാസനാണ്. ഞാൻ നിനക്ക് എന്ത് വേണേലും തേരാ മേരാ തോ ജീനാ മർന സബ് കുച്ച് തേരെ ഹാത്ത് മേ ഹെ. ഞാൻ ജീവിക്കണോ മരിക്കണോ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. बल्लू रांगड़ गुस्से में फन फनाता चल दिया.
जाते जाते चेतावनी देकर बोला, इन शहर वालों को कह देना कौवा कभी भी हंस ना बन सके है. ബല്ലൂരാങ്കടിന് ദേഷ്യം വന്ന് മുറിവുറുത്തുകൊണ്ട് അയാൾ പറയും, നീ ഈ ടൗണിൽ നിന്ന് വന്ന നിൻ്റെ ആൾക്കാരോട് പറഞ്ഞേരെ, നിൻ്റെ മരുമകനും കൂട്ടരോടും പറഞ്ഞേരെ, എത്ര കുളിച്ചാലും കാക്ക കൊക്കാവത്തില്ല. बल्लू के जाते ही कमल ने हरीश से पूछा, कौन था वह, इस तरह डरा धमका क्यों रहा था. हरीश ने चुप रहने का इशारा किया. सभी भय से सहम गए थे. बल्लूरांगड़ के जाते ही विदाई की तैयारी शुरू हो गई थी. जुम्मन ने जात बिरादरी की स्त्रियों को हिदायत दे दी थी, टीके की रस्म जल्दी निपटाएं, बिना हो हल्ला के रांगड़ कभी भी रौला कर सकते हैं. അപ്പോൾ പിന്നീട് ഇനി ഇവരുടെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം പെണ്ണിനെ യാത്രയാക്കുക എന്നുള്ളതാണ് പയ്യൻ്റെ കൂടെ. കാരണം ഏത് നിമിഷവും മറ്റ് റാങ്കടുകൾ ഒത്തുകൂടി ചിലപ്പോൾ ആക്രമിക്കാൻ വരും. അപ്പോൾ ഈ ഒരു കല്യാണം തന്നെ അലങ്കോലപ്പെടും. അപ്പം ഇനിയുള്ള ചടങ്ങുകളെല്ലാം വലിച്ചു നീട്ടാതെ എത്രയും പെട്ടെന്ന് പെൺകുട്ടിയെ പറഞ്ഞു വിടാനുള്ള ഒരു തിരക്കായി. शादी की सारी चहल पहल पल भर में सन्नाटे में सिमट कर बदल गई. इस सन्नाटे का शोर कमल उपाध्याय को बेचैन कर रहा था. उसका दम घुट रहा था. उसने हरीश की ओर देखा. हरीश की आंखों में आत्मविश्वास और स्वाभिमान के उगते सूरज की चमक दिखाई पड़ रही थी. അപ്പം കമലിന് ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല, എന്താണ് ടെൻഷൻ എന്ന് മനസ്സിലായില്ല. പക്ഷേ ഏതായാലും കല്യാണ വീട് ആകെ കൂടെ ഒരു മൂകതയിലേക്ക് മുങ്ങിയെന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഇത്രയ്ക്കായിരുന്നാലും ഹരീഷിൻ്റെ മുഖത്തുള്ള ഒരു ആത്മവിശ്വാസം, ആ ഒരു തേജസ്, അത് കമലിന് വളരെ സന്തോഷം നൽകി. दोनों ने एक दूसरे का हाथ गर्मजोशी से दबाया. आंखों ही आंखों में एक दूसरे को आश्वस्त किया. नीम के पेड़ पर हरी नर्म पत्तियां हिल रही थी, मानो ഹോസ്ല ദേ റഹി ഹോ. അപ്പോൾ രണ്ട് സുഹൃത്തുക്കൾക്കും കമലിന് കാര്യം അറിയത്തില്ലെങ്കിലും എന്തോ ഒരു റെവല്യൂഷണറി സ്റ്റെപ്പാണ് ഹരീഷ് എടുത്തതെന്ന് മനസ്സിലായി. രണ്ടുപേരും ആ കാര്യത്തിൽ ഹാപ്പിയായിരുന്നു. जल्दी जल्दी बारात को खाना खिलाया गया. कमल और हरीश खाना खाकर नीम की छांव में पड़ी चारपाई पर बैठ गए थे. सामने दीवार की ओर मुंह करके एक 10-12 बरस का लड़का खड़ा था. उसके चेहरे पर गुस्से के भाव थे. അപ്പോൾ പെൺകൂട്ടരെല്ലാം പെണ്ണ് ഇറങ്ങാനൊക്കെ യാത്ര പറയാൻ റെഡിയാവുമായിരുന്നു. കമലും ഹരീഷും അവിടെ മുറ്റത്ത് ഒരു ചാർപ്പായി ഇട്ടിട്ടുണ്ട്, ഒരു കട്ടിലിട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഫ്രണ്ടിൽ മതിലിനോട് മുഖം തിരിച്ച് ഒരു 10-12 വയസ്സുള്ള ഒരു പയ്യൻ നിൽക്കുകയാണ്. ഉസ്കെ ചെഹറെ പർ ഗുസ്സെ കെ ഭാവ് थे. ഭയങ്കര ദേഷ്യപ്പെട്ടൊരു പയ്യൻ നിൽക്കുന്നു. उसे ढूंढते ढूंढते एक बूढ़ा आंगन में घुसा. उसके हाथ में नान और मीट था. दीपू, ओ दीपू कहाँ है, ये लौंडा भी बहुत दिक करे है. അപ്പോൾ പയ്യൻ്റെ പേര് ദീപു എന്നാണ്. 10-12 വയസ്സുണ്ട്. അവനിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവനെ തേടി ഒരു മുത്തശ്ശനായിരിക്കും, ആരാന്ന് പറയുന്നില്ല, ഒരു പ്രായം ചെന്ന ആൾ വരികയാണ്. എന്നിട്ട് അയാൾ ദീപു ഈ ചെറുക്കനും ആകെ ശല്യം ചെയ്യുന്നല്ലോ എന്നും പറഞ്ഞ് വരികയാണ്. ചൂഹടോ കെ ഘർ പേദാ ഹോക്കെ ബാമനോ സി ബോലെ ഹെ. താന്ന ജാതി ജനിച്ചിട്ട് വലിയ ബ്രാഹ്മണരുടെ പോലാണ് ഇവൻ്റെ സംസാരം. ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റ്. ഉസെ ദീവാർ കെ പാസ് ഖടാ ദേഖ് ഉസ്നെ ഡാंटा. तू यहाँ छुपा खड़ा है, मैं कब से तुझे ढूंढ रहा हूँ. ले रोटी खा ले देख कितना अच्छा मीट बना है. ബൂഢേനെ മനാനേക്ക് കോശിഷ്കി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് പയ്യന് ഭക്ഷണം കഴിക്കുന്നില്ല. പയ്യൻ്റെ പുറകെ ഈ പ്രായം ചെന്ന ആൾ ഓടി ഇവനെ തിരഞ്ഞ് വരികയാണ്. ഇവനിങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ഈ നിപ്പ് കണ്ടിട്ട് ഈ വയസ്സായ ആൾ പറയാണ്, അവൻ്റെ ഒരു ജാട കണ്ടില്ലേ, അവന് വെറും ദളിത്താണ്, പക്ഷേ ബ്രാഹ്മണൻ്റെ ഒരു സ്റ്റൈലാണ് അവൻ കാണിക്കുന്നത്. ഇവൻ്റെയൊക്കെ ഇത് കാരണം എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ആ പ്രായം ചെന്ന ആൾ വരികയാണ്. ना मैं नहीं खाता, इसे खाए मेरा मूत. ലടുക്കേനെ ഏൺത്തേ ഹുവേക്ക. 10-12 വയസ്സുള്ള ചെറുക്കനാണെങ്കിലും അവനും ചീത്തയാണ് വിളിക്കുന്നത്. അവൻ പറയുന്നത്, ഞാൻ കഴിക്കില്ല, എൻ്റെ പറയാൻ കൊള്ളൂല ആ കുട്ടി എന്താണ് പറഞ്ഞതെന്ന്, ഞാനിത് കഴിക്കില്ല. पर क्यों, क्या हुआ है इसमें, ബൂഢേനെ തൽഖി സേ കഹാ. അപ്പോൾ ആ പ്രായം ചെന്ന ആൾ പറയും, നീ എന്താ കഴിക്കാത്ത ഇറക്ക, ഇതിനെന്താ കുഴപ്പം. ആ മുതിർന്ന മനുഷ്യനൊന്നും പിടികിട്ടുന്നില്ല ഈ കുട്ടി എന്താണ് കഴിക്കാത്തതെന്ന്. मुसलमान के हाथ की बनी रोटी मैं नहीं खाता, लड़के ने दूर हटते हुए कहा. നോക്കിയേ, 12 വയസ്സുള്ളൊരു പയ്യൻ. അപ്പോൾ അവൻ സ്വയം ഒരു ദളിത്താണ്. അവൻ്റെ മനസ്സിലുള്ളൊരു എന്താണ്, മുസൽമാൻ കെ ഹാത്ത് കി ബണി റോട്ടി മേ നീ ഖാത്ത. ഈ മുസ്ലിംസ് ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും ഞാൻ കഴിക്കില്ല. എന്നുവെച്ചാൽ അവരെന്നേക്കാൾ താന്ന ജാതിക്കാരാണ്. മുസൽമാൻ, കോൺ മുസൽമാൻ,
അപ്പോൾ ആ പ്രായം ചെന്ന ആൾ ചോദിക്കും, മുസൽമാനോ? ആര് മുസൽമാൻ? वो जो गाड़ा वहाँ बैठा रोटी बना रहा है. लड़के ने रोटी बनाने वाले कारीगर की ओर इशारा किया. ഈ 12 വയസ്സുള്ള കുട്ടി അവിടെ റൊട്ടി ഉണ്ടാക്കൊണ്ടിരിക്കുന്ന പാചകക്കാരനെ ചൂണ്ടിയിട്ട് പറയും, वो तो हिंदू है, चल कर देख ले. बूढ़ा उसे खींच कर ले जाने लगा. लड़का घिसटते हुए बूढ़े के पीछे पीछे जा रहा था. चीख चीख कर कह रहा था, नहीं वह मुसलमान है, मैं नहीं खाऊंगा उसके हाथ की बनी रोटी, मैं नहीं खाऊंगा. അപ്പോൾ പ്രായം ചെന്ന ആ മനുഷ്യൻ ഈ കുട്ടിയെ വലിച്ചുകൊണ്ട് പോവാണ്. എടാ അത് ഹിന്ദുവാണ്. കുട്ടി മനസ്സിലാക്കുന്നില്ല. കുട്ടി അങ്ങ് നിലവിളിച്ചുകൊണ്ട് പറയാണ്, ഈ മുസ്ലിംസിൻ്റെ ഭക്ഷണമൊന്നും ഞാൻ കഴിക്കില്ല. अबे उल्लू की दुम, एक बार चल के तो देख ले, फिर कहना. बूढ़ा उसे घसीट कर भट्टी की ओर ले गया जहाँ नान बन रहे थे. लड़के के चीखने की आवाज़ लगातार आ रही थी. അപ്പോൾ ഈ പ്രായം ചെന്ന മനുഷ്യൻ ഈ പയ്യനെ വലിച്ചഴിച്ചുകൊണ്ട് ആ പാചകം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ മുതിർന്ന വ്യക്തി എന്താണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ റൊട്ടി ഉണ്ടാക്കുന്ന ആൾ മുസ്ലിം അല്ല, ഹിന്ദു ആണെന്ന്. പക്ഷേ ഈ കുട്ടി നിലവിളിച്ചുകൊണ്ട് പറയാണ്, നഹി നഹി मैं मुसलमान के हाथ की बनी रोटी नहीं खाऊंगा, नहीं खाऊंगा, नहीं खाऊंगा. ഈ കുട്ടി പിന്നെയും ഇത് തന്നെ നിലവിളിച്ചുകൊണ്ട് പറയാണ്. कमल और हरीश फटी फटी आँखों से उस लड़के को देख रहे थे. ഈ കമലും ഹരീഷും എന്തോ ഒരു വലിയ കാര്യം നേടിയതുപോലാണ് ഹരീഷ് സലാം എന്നുള്ള ഒരു ചടങ്ങ് അംഗീകരിക്കാതെ ഇരുന്നപ്പം എന്തോ ഒരു വലിയ റെവല്യൂഷൻ സൊസൈറ്റിയിൽ വരുത്തി. അതിൻ്റെ ഒരു ആദ്യപടിയായിട്ട് ഞാൻ സലാമിന് പോകുന്നില്ല എന്ന് ഹരീഷ് തീരുമാനിച്ചപ്പം അവർ വളരെ ഹാപ്പി ആയിട്ടിരുന്നായിരുന്നു ആ തീരുമാനത്തിൽ. പക്ഷേ അവരുടെ സകല സന്തോഷവും ഈ ഒരു 12 വയസ്സുള്ള കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു സ്പർദ്ധ, ആ ഒരു വൈരാഗ്യം, ആ ഒരു ഊഞ്ച് നീച്ച് എന്ന ഭാവന അത് കണ്ടപ്പം തന്നെ അവർക്ക് മതിയായി. कुछ देर पहले जगा आत्मविश्वास लड़के की आवाज़ में दबने लगा था. कमल और हरीश दोनों खामोशी के अंधेरे जंगल में भटक गए थे. उन्होंने एक दूसरे की ओर देखा और गहरी सांस ली. രണ്ടുപേരും പരസ്പരം നോക്കി ദീർഘനിശ്വാസം വിടുന്നതല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ ഒരു സ്റ്റോറി ഓം പ്രകാശ് വാൽമീകി എഴുതിയപ്പം 3 തലങ്ങളിലായിട്ടാണ് ഈ സ്റ്റോറിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? ആദ്യത്തേത് 15 വർഷം മുമ്പ് കമലിൻ്റെ വീട്ടിലുണ്ടായ അനുഭവം. ബ്രാഹ്മണനായ കമലിൻ്റെ വീട്ടിൽ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികൾ, 2 കൊച്ചുകുട്ടികൾ ഫ്രണ്ട്സായി വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് കമലിൻ്റെ അമ്മ ഒറ്റയടി കൊടുക്കുന്നത്. എന്നിട്ട് കുറേ ചീത്ത വിളിക്കും, ഇങ്ങനത്തെ സാധനങ്ങളെയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഇവരൊക്കെ താന്ന ജാതിക്കാരാണ്, ഇവരുടെ ചിന്താഗതിയൊക്കെ വളരെ താന്നാണ്, ഇവരുടെ കൂടെ കൂട്ടുകൂടിയാൽ നമ്മുടെ ചിന്താഗതിയും ചീത്തയാവും. അങ്ങനെ പറയുന്ന അമ്മ, ഒരു ബ്രാഹ്മൺ സ്ത്രീ. പിന്നെ 15 വർഷത്തിന് ശേഷം ഒരു ബ്രാഹ്മണായിട്ട് കൂടി ഒരു ദളിത്തിൻ്റെ ഒരു ഇൻസൾട്ട് പേറേണ്ടി വരുന്ന കമൽ. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ശരിക്കും ഒരു ദളിത്തിന് എത്രമാത്രം ഇൻസൾട്ടഡ് ആണ് ഫീൽ ചെയ്യുന്നത്. 3ാമത്തെ ഘട്ടം ഈ സ്റ്റോറിയിൽ എന്താണ്? ഈ കൊച്ചുകുട്ടി 10-12 വയസ്സേ ഉള്ളൂ, അവനൊരു ദളിത്താണ്, അവൻ സൊസൈറ്റിയിൽ ഡൗൺ റോഡനാണ്, സൈഡ് ലൈൻഡാണ്, എല്ലാവരും അവനെ ചീത്ത വിളിക്കും. അവന് എന്താണ്, മുസ്ലിമിനെ അവനേക്കാളും താന്നെയാന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഓം പ്രകാശ് വാൽമീകിയുടെ ഈ ഒരു സ്റ്റോറി സമൂഹത്തിൽ നടക്കുന്ന ഒരു നഗ്നമായ സത്യത്തിനെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ് ഈ സലാം എന്ന ഒരു കഥയിലൂടെ. ആ സലാം എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ വളരെ തെറ്റാണ്, ദളിതരുടെ ആത്മവിശ്വാസം തകർക്കുന്ന ഒരു ചടങ്ങാണ് എന്ന് സ്ഥാപിക്കുന്നതിലുപരി 3 തലങ്ങളിൽ നമ്മളെ ചിന്തിപ്പിച്ചു ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ. അപ്പോൾ ശരി, നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ലിറ്ററേച്ചറിലൂടെ ഇങ്ങനത്തെ റെവല്യൂഷണറി കഥകളൊക്കെ തരുന്നത് തന്നെ യങ്ങർ ജനറേഷന് ഇതിൻ്റെ നല്ലതും ചീത്തയും വശങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, സമൂഹത്തിലൊരു മാറ്റം വരുത്താൻ വേണ്ടിയാണ്. अच्छा तो जुड़े रहिए, मस्त रहिए, बाय.